പോയാൽ മതി. എപ്പം തർബിയത്ത് കുറഞ്ഞ മിനിമം പരിപാടി തർബിയത്താണ്. ഈ തർബീത്ത് ബാധിക്കുന്നതിനോട് ചോദിച്ചോ ഈ തരീഖത്ത് തർബുറുക്കോ തർബിയത്തോ? തബറുക്കൊന്നും നമ്മളെത്തില്ല, തർബിയത്ത് തന്നെ ഉള്ളൂ. അപ്പം നമ്മുടെ നബിയിൽ ചോദിച്ച് LKGയും ഡിഗ്രി ക്ലാസ്സൊന്നുമില്ല, എല്ലാവരും LKG അല്ല, എല്ലാം ഡിഗ്രി കട. അപ്പോൾ അമീനെ കൊണ്ടാട്ട് മസി ചേർത്ത PG ചേർക്കല്. എനിക്ക് തന്നെ പറയുന്നത് നിങ്ങളെ നബിയിലൊന്ന് അടക്കണോ? ഞാൻ പറഞ്ഞ ഈ ഉത്തരം പറയാൻ കഴിയുമ്പോൾ പറയാം, അടക്കൽ പരിപാടിയില്ല. അതായത് എല്ലാവരെയും ഒരേ കഴിഞ്ഞിനും തെങ്ങിനും ഒരേ തടയാ. തെങ്ങിൻ്റെ കെട്ടുന്ന തട പിടിച്ച് കയറുമ്പോൾ ഇറങ്ങിയില്ല. തെങ്ങിൻ്റെ തട കുറച്ച് വലുതാണ്, അത് കയറുമ്പോൾ കൂരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ തർബിയത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, ഒറ്റന്തേ കേസേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തില്ല, LKG ക്ലാസ്സും ഒന്നുമില്ല, എല്ലാവരും ഒരേ ഒറ്റ ക്ലാസ്. അപ്പോൾ കുറേ കാലം മുജാഹദ ചെയ്ത് ശീലിച്ച് വന്നൊരാളെയും ഒരു ക്ലാസ്, ആദ്യമായിട്ടൊന്നുമില്ലാത്ത അറുതൽ അതും ഒരു ക്ലാസ്. അങ്ങനൊന്നില്ല. ഏത് ഹക്കായ തരീഖത്തിലുണ്ട് തബറുക്കുണ്ട് തർബിയത്തും. തസവ്വുഫിൻ്റെ കിതാബ് ഒരു 50 നോക്കിയോ, ഒറ്റ തരീഖത്തേ ഉള്ളൂ. അപ്പോൾ അമീനെ കൊണ്ടുവന്നാൽ അമീന് കണക്കാക്കി ചെയ്യാനുണ്ടാവും. തങ്ങളെ കൊണ്ടുവന്നാൽ അമീന് കൊടുത്താൽ പറ്റില്ല. അതാ പറയുന്നത് മുപ്പത്ത് അതിൻ്റെ തദ്രീജ്. ഇപ്പം പറഞ്ഞ എണ്ണം കൂട്ടി ചെല്ലിയാൽ മതി. ഇത് തബറുക്ക് മറ്റേ ഇത്ര കാലം 100 ചെല്ലിയെന്ന തബറുക്കിൻ്റെ ചെല്ലലാന്നോലു. പിന്നെ പറയുന്നത് എന്താണ്, അത് 200 ആക്കിക്കുന്ന തർബീത്തിൻ്റെ ചെല്ലല്. അതിനുണ്ടാ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി മേശകൻ രണ്ടടി തർബിയത്താണെന്നും പറഞ്ഞു നമ്മളെ പരക്ക് വന്നിട്ട് ഒരു പടു ആളപ്പന്തിലേക്ക് ആകാശത്തിലേക്ക് പിടിവെക്കുന്ന അയക്കുന്നേ ഉള്ളൂ. ഇത് കോട്ടൂസൈൻ്റെ തൂവിന് പോലും അയാൾ പോടാന്ന് ഒരൊറ്റ പോയിക്കില്ല. ഞാനും കുറെ കിതാബ് പോലും പോടാന്ന് കുറെ പഠിപ്പിക്കാം. എന്നൊക്കെ ഇല്ല. അപ്പം നോമഡിയാന്ന് ബയാനു തഫ്സീലി തരീഖ് ഇലാ തഹ്ദീബുൽ അഖ്ലാഖ്. തഹ്ദീബുൽ അഖ്ലാഖിലേക്കുള്ള തഫ്സീൽ അതിന് പറയാൻ പോകുന്നു. ചൊല്ലിക്കോ പാടിക്കോ പോയിക്കോ എന്ന് പറഞ്ഞാലൊന്നും ആവൂല. അത് അറഫ്ത മിൻ ഖബ്ലു, മുമ്പേ അറിഞ്ഞ് അന്നൽ ഇഅ്തിദാല ഫിൽ അഖ്ലാഖി, അഖ്ലാഖിലുള്ള ഇഅ്തിദാൽ ഹുവ സിഹത്തുൻ നഫ്സ്, നഫ്സിൻ്റെ ആരോഗ്യം. ഇത് റൂഹിൻ്റെ ആരോഗ്യം, രോഗം മാറി. ഇത് ഇഅ്തിദാലി വൽ മൈലു അനിൽ ഇഅ്തിദാലി, അൽ മൈലാന്നും വായിക്കല്ല, അന്നൻ്റെ ഇറാബത്തേക്ക് വരാല അല്ലേ. നഫ്സിലുള്ള ഒരു മറന്നും രോഗവുമാണ് എന്ന് മനസ്സിലായി. ഈ ഇഅ്തിദാൽ തെറ്റലി. കമാ അന്നൽ ഇഅ്തിദാല ഫീ മിസാജിൽ ബദനി, ശരീരത്തിലുള്ള മിസാജില്ലേ, വാദം പിത്തം കഫം എന്നിട്ട് കഫം എന്ന് കാർച്ച തുപ്പുന്ന ദ്രാവകമൊന്നുമല്ലേ, അത് ആയുർവേദം വേറെയാണ്. അതാണെന്ന് വിചാരിച്ചിട്ട് PS വാര്യർ ഒരു ബുക്കൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ ശിഷ്യന്മാരിങ്ങനെ തെറ്റിദ്ധരിച്ച് പോയി. ഈ കാർച്ച തുപ്പുന്നതും മൂക്കിന്തിട്ടെല്ലാം പോകുന്ന അതാണ് ഈ പറഞ്ഞ കഫം. അതൊന്നുമല്ല, അതൊരു മിസാജാണ്. പക്ഷെ അത് മുഷ്തറക്കായ ലഫ്ളായതുകൊണ്ട് ഈ സാധനത്തിനും പറയും, ശരീരത്തിലുള്ള മിസാജിനും പറയും. അല്ല, PS വാര്യർ കോട്ടക്കലിൻ്റെ സ്ഥാപകനില്ലേ, കോട്ടക്കലിൻ്റെ ആരോഗ്യശാലയുടെ സ്ഥാപകനാണ് PS വാര്യർ. അയാൾ അതിനായിട്ടെൻ്റെ പുസ്തകം നേടി എഴുതാൻ കാരണം പറയുന്നത് എന്താന്ന്, പഠിക്കുന്ന വിദ്യാർത്ഥികൾ വാദം പിത്തം കഫം, വാദം എന്ന് പറഞ്ഞാൽ കയ്യും കാലം മുടക്കാണ്ട് ഇടയിലെല്ലാം വേദന എടുക്കലാണ്, പിത്തം എന്ന് പറഞ്ഞാൽ കണ്ണെല്ലാം മഞ്ഞാകലാണ്, കഫം എന്ന് പറഞ്ഞാൽ കാറിക്കലും തുപ്പല് ജലദോഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് പാഠം നീങ്ങുന്നില്ല. ഓൻ്റെ താനാണ് അടുത്തേക്കാ പോകുന്നേ. അപ്പൊ അത് 7 തരത്തിലാണ് ശരീരത്തിൽ പടക്കുക. എങ്ങനെ ABC കൂട്ടും, A1 B1 C. അപ്പോൾ വാദം പിത്തം കഫം ഇതിനെന്താക്കുക, ഇത് ഓരോന്നിലൊക്കെ 2 കൂട്ടും. A+B 2 4, A+C 5, പിന്നെ B+C
സി 6, എ പ്ലസ് ബി പ്ലസ് സി എത്രയായി 7 കോലത്തിൽ എന്താക്കാം ഇത് ശരീരത്തിൽ രോഗം വരാം. അതാണ് ആയുർവേദക്കാരുടെ തത്വം. യുനാനിക്കാർ 4-മത്തെയും കൂടെ കൂട്ടുമോ, രക്തദോഷം എന്നുള്ള കൂടെ കൂട്ടുന്നുണ്ട്. അവർ പറയുന്നത് എന്താന്ന്, മണ്ണ് വെള്ളം തീ കാറ്റെന്നെല്ലാം പറഞ്ഞ് 4 അനാസിഡ് കൊണ്ടല്ലേ ശരീരം പടക്കുന്നത്, അപ്പോൾ ഒന്ന് കുറഞ്ഞു വരില്ല, അപ്പോൾ 4 എണ്ണം പോകണം. ഹോമിയോപ്പതിക്കാരൻ പറയും 3 എണ്ണം, സോറ, സിഫിലിസ് ആൻഡ് സൈക്കോസിസ്. ഇവർക്കത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരീരത്തിൻ്റെ മിസാജ് തെറ്റില്ല. അനാസുലർബ, സോറ, സിഫിലിസ്, സൈക്കോസിസ്. അത് ഹാനിമാൻ്റെ തിയറി. അപ്പോൾ സോറ കൊണ്ട് ഇന്ന രോഗങ്ങളുണ്ടാകും, പിന്നെ മറ്റേത് കൊണ്ട് ഇന്ന രോഗം ഉണ്ടാകും, അതുകൊണ്ട് ഇന്ന രോഗം ഉണ്ടാകും. അവിടെ ഉണ്ടാകും 7 എണ്ണം. അതിൽ പ്രധാന മരുന്നും പറയും. സോറാക്ക് എന്താണെന്ന് വെച്ചാൽ പ്രധാന മരുന്ന് പ്രിൻസിപ്പൽ റെമഡി സൾഫർ, സെഫിലിസിന് മെർക്കുറി, സൈക്കോസിസിന് മെഡോണിന. പക്ഷെ അങ്ങനെ മാറി കുടിക്കലൊന്നുമല്ല, അത് കുറേ കൊല്ലം പഠിക്കാനുണ്ട്. ഇത്താവത് എന്നെ പറഞ്ഞിട്ടുള്ളൂ. ഹോമിയോപ്പതി 13 കൊല്ലം ഡിസ്ചാർജ് ചെയ്തത്. 13 കൊല്ലം വരെ കിട്ടില്ല. ഉണ്ട് കമാ അന്നൽ ഇഅ്തിദാല ഫിൽ മീസാനിൽ ബദനി സിഹത്ത് വൽ മൈലാനിൽ ഇഅ്തിദാലി മർളും ഫീഹി. അതുകൊണ്ട് എന്താക്കാം, ശരീരവും കൽബും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാം. ശരീരത്തിന് എന്താണോ പറയുന്നത് തന്നെ കൽബിന് പറയും. പക്ഷേ സുഖത്തിൻ്റെ നൗഹിൽ മാറ്റമുണ്ട്. അതാണ് പറയുന്നത് ബദന മിസാലൻ. അതുകൊണ്ട് ബദനിനെ മിസാലാക്കിയിട്ട് അവിടെ വെക്കാം. നല്ലൊരു ഇമാമ് മനക്കോലു മിസാലുൻ നഫ്സി ഫീ ഇലാജിഹാ ബിമഹബി الرذائل والأخلاق الرديئة عنها وجلب الفضائل والأخلاق الجميلة إليها. നഫ്സിൻ്റെ മിസാല് ഏത് വിഷയത്തിൽ? അതിനെ ഇലാജ് ചെയ്യുന്നത്. ഇലാജിൽ 2 വകുപ്പുണ്ട്. എന്താണ്? മഹബുർ റദായില് വൽ അഖ്ലാഖ് റദിയത്ത് അൻഹ 1. അതിനെന്താ പറയുക? തഖ്ലിയത്ത്. പിന്നെ ജൽബിൽ ഫളായില് വൽ അഖ്ലാഖിൽ ജമീലത്ത് ഇലൈഹ. 2ാമത് തഹ്ലിയത്ത്. ആയുർവേദത്തിൽ വേണ്ട ശോധന ചികിത്സ, രസായന ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശോധന എന്ന് പറഞ്ഞാൽ അധികപ്പെട്ടുള്ള എല്ലാം ഇളക്കിക്കളയും. പഞ്ചകർമ്മത്തിൽ കൂടി ഇളക്കിക്കളയും. പഞ്ചകർമ്മം എന്ന് എത്ര കർമ്മം വേണോ? 5 എണ്ണം വേണോ? എന്തെല്ലാം സ്ഥലം സാലിമൈതരാണ്. വിരേചനം തന്നെ വയറിളക്കൽ. വിരേചനം വയറിളക്കൽ, പിന്നെ ഛർദ്ദിപ്പിക്കൽ 2. അതിനെ വമനം എന്ന് പറയും. വിരേചനം ആമാശയത്തിൻ്റെ താഴെയിലെ വിരേചനം വലിക്കുള്ളൂ. വമനം അങ്ങ് ഇങ്ങോട്ടേക്കാണ്. ഇതിനെ ഒരു പകുതിയുണ്ട്. ഡ്രാഫറത്തിൻ്റെ ആണെന്ന് പകുതി അങ്ങോട്ടും പകുതി ഇങ്ങോട്ടും വന്നു. ആമാശയത്തിന് പുറത്ത് പോയത് തിരിച്ചു വരില്ല. അതെന്താ ഒരു വാൾ കൊണ്ട് അടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദഹിച്ച ഭക്ഷണം എല്ലാം കുനിയുമ്പം മറ്റെല്ലാം തിരിച്ചു വന്നിട്ടു വായുവിനെ പ്രശ്നം കൊടുത്താൽ. അപ്പം ഛർദിയാണെന്നാണ് ഇന്നിങ്ങോട്ട്, മറ്റേതങ്ങോട്ട്. അപ്പം അതിൽ വമനം, ഇത് ഛർദി, മറ്റേ വിലേജനം 2 എണ്ണായ. പിന്നെ നസ്യം എന്ന് പറഞ്ഞാൽ മൂക്കിലെ കൂടി കെട്ടിക്കിടക്കുന്ന എല്ലാ സൈനിസെല്ലാം വൃത്തിയാക്കും. 3 എണ്ണയില്ലേ? പിന്നെ 3 എണ്ണായി. പക്ഷെ എല്ലാത്തിലും പഞ്ചകർമ്മം ചെയ്യൂല കേട്ടോ. വേദന, വേർപ്പിക്കൽ. അതായത് ശരീരം മൊത്തത്തിൽ ചൂടുള്ളൊരു പ്രഷർ കൊടുത്തിട്ട് സ്റ്റീമിൽ കൊടുത്തിട്ട് എന്താക്കുക, എല്ലാം വേർപ്പിച്ചിട്ട് ഒലിച്ച് പോകുന്ന വേർക്കും. ആ നീരെല്ലാം കൂടെ ഒലിച്ച് പോകാൻ തല ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം എന്താക്കി നടക്കും. ഭയങ്കര ചൂട്. ചിലപ്പോൾ ഭാഗികമായിട്ടാണെങ്കിൽ മറ്റേ ലൈറ്റ് അടിച്ചിട്ട് വേദന. 3 എണ്ണയില്ലേ? 4 എണ്ണ. ഇനി 5 കൂടെ വേണം. എന്നിട്ടാന്ന് അവതാണ്ട് ഉള്ളിൽ നിന്ന് ശോധന ചെയ്യണം. ആവശ്യമില്ലാത്തെല്ലാം കളയലും. വമനം എല്ലാ സ്ഥലത്തും നടക്കുന്നില്ല. പഞ്ചകർമ്മം ചെയ്യുമെന്ന് പറഞ്ഞാൽ ത്രികർമ്മേ ചെയ്യൂ എന്ന് പറഞ്ഞാൽ
ഛർദ്ദിപ്പിക്കൽ എന്നുള്ള അത്യാവശ്യ രംഗത്ത് മാത്രമല്ല, കൃത്രിമത്തെ അതെന്താകും മരണത്തിലേക്ക് എത്തിച്ചൊളിയും. അതാ അത് നസ്യം ഭയങ്കര, അതിൽ മർശനസ്യുണ്ട്, പ്രതിമർശനസ്യുണ്ട്. പ്രതിമർശനസ്യത്തിന് രണ്ട് തുള്ളിയാണ് ആർക്കും സ്വയം ചെയ്യുക, കുട്ടികൾക്കും ചെയ്യില്ല. മറ്റേതാകുമ്പം കുത്തനെ തല നിർത്തിയിട്ട് മൂക്കി നിറച്ച് മരുന്ന് ഓർക്കലാവും. അപ്പോൾ ശ്വാസം മുട്ടിയിൽ എന്തെല്ലോ കോപ്പറാട്ടി കാട്ടും, മരുന്നിടത്തേക്ക് എത്തും, തലച്ചോറിലേക്ക് എത്തും. അവൻ തല ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് അവൻ വിവാഹം ചെയ്യാൻ നിൽക്കില്ല. അതിൻ്റെ ദ്രവ്യനസ്യുണ്ട്, ചൂർണ്ണനസ്യുണ്ട്. ഡ്രോപ്സ് ചൂർണ്ണനസ്യം എന്ന് പറഞ്ഞാൽ പൊടികളുണ്ടാക്കും, കോയലയെ കൊണ്ട് ഊതിച്ചും മുക്കി കയറ്റും. പൊടിങ്ങനെ വെക്കൂ. എന്നിട്ട് നമുക്ക് മറ്റേ സ്ട്രോ ഇല്ലേ, ഇതൊരു സാധനം കൊണ്ട് മൂക്കി അടുപ്പിച്ച് വെച്ചിട്ട് ഒരൊറ്റ ഊത്ത് മൂക്കിനുള്ളിലേക്ക്. അത് തന്നെയാണ് പറയുന്നത്. പിന്നെ രസായന ചികിത്സ എന്ന് പറഞ്ഞാൽ പോരാത്തത് നല്ല ലേഹ്യം കുടിച്ചിട്ട് തടി നന്നാക്കുക. അപ്പോൾ തഹലിയത്തുമായി തഹലിയത്ത് ഇതെല്ലാം പോയിട്ട് അവിടെ കുഴപ്പം വാങ്ങി ഇരുന്നൊക്കെയല്ലേ. പിന്നെ മിസാലുൽ ബദനി, ഇനി ബദനിൻ്റെ മിസാല് എന്തിൻ്റെ? മിസാലുൽ നഫ്സീൻ്റെ ഖബറാത്ത് വിഭാഗത്തില്ല. മിസാലുൽ നഫ്സി എന്ന് പറഞ്ഞിരുന്നു മുബ്തദക്ക് ഖബറില്ലേ, മിസാലുൽ ബദനി. അപ്പം എന്താ? ഫി ഇലാജിഹി ബിമഹബിൽ ഇലലി അൻഹു വകസ്ബി സിഹത്തി ലഹു വജൽബിഹാ ലഹു. അപ്പോൾ ഇലല് കളയണം, അപ്പം തഹലിയത്തായി. പിന്നെയോ കസ്ബു സിഹത്തി ലഹു എന്ന് പറഞ്ഞാൽ തഹലിയത്ത് പോയി. ഇനി വകമാ അന്നൽ ഗാലിബ അലാ അസ്ലിൽ മിസാജി ഇഅ്തിദാൽ, മിസാലിൻ്റെ അസ്ലിൽ ഗാലിബുള്ളത് ഇഅ്തിദാലാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതും ആരോഗ്യവാനായിട്ടാണ് ജനിക്കുന്നതെന്നാണ്. ഇല്ല ആദർ സമ്മാൻ, ഈ സമ്മാൻ ഒഴികെ. എന്തുകൊണ്ട്? ഗർഭിണിയായ കാലം മുതൽ എൻ്റെ ആൻറ്റിബയോട്ടിക്സും ഇഷ്ടംപോലെ പൈപ്പണം മാത്രം തീറ്റിച്ച്. അപ്പോൾ ജനിക്കുന്ന കുട്ടി എന്താക്കും? വിവിധങ്ങളായ രോഗത്തിന് വിധമായിട്ടേ ജനിക്കും. അപ്പോൾ ചെറിയ കുട്ടികൾക്കെല്ലാം ക്യാൻസർ, കിഡ്നി പ്രശ്നം, ശ്വാസകോശം, കുട്ടിക്ക് എന്തെങ്കിലും ബൈപ്പാസ്, ജനിക്കുന്ന കുട്ടിക്ക് അംഗവൈകല്യം ഇവിടുന്ന് വന്ന് പഴയ കാലത്ത് എന്താക്കും? ആയത്തും അതിൽ ഓതി മന്ത്രിക്കലും കുടിക്കലും പിന്നെ ജോഡിപ്പന ദാനന്ദനം കുളി കുടിക്കലൊക്കെയാണ് ഗർഭിണി. ഇപ്പം എന്താക്കും? ഗർഭം കാണുമ്പോൾ തന്നെ പാഞ്ഞ് ഇത്ര പോലെ മരുന്ന് കിട്ടും. അപ്പോൾ ജനിക്കാൻ വന്ന കുട്ടിക്കാണ് ഇത് ബാധിക്കുന്നത്. എന്നിട്ട് ഡോക്ടറിനൊക്കെ നല്ല പണിയും കിട്ടും. അപ്പോൾ ഇത് മൂപ്പർ ഖാലിബ് നടന്നത്. ഇപ്പം ഖാലിബ് നേരെ മറിച്ചാണ്. വൈന്നമാ താത്തലിൽ മഅദത അൽ മലറത്തു, ഈ ആമാശയത്തിന് രോഗം വരുന്നതുകൊണ്ട് ഈ അവാലതിൽ അഗദിയത്തി, കഴിച്ച ഭക്ഷണമില്ലേ അതിൽ നിന്ന് പകരുന്ന സാധനം. കഴിച്ച ഭക്ഷണം പറ്റാണ്ടായി, അല്ലെങ്കിൽ ഗുളിക പറ്റാണ്ടായി, അത് പറ്റാണ്ടായി, കഷായം പറ്റാണ്ടായി. ഇതിലുള്ള ചേരുവകൾ ഇവൻ്റെ ദേഹത്തിന് പിടിക്കോ ഇല്ല നോക്കുന്നില്ലല്ലോ. ഒരു നടുവേദന, ആസാദി മഹാരാഷ്ട്രാദി കുടിക്കുക, മുറിവെണ്ണ തേക്കുക, വേറൊന്നും പഠിക്കണ്ട. ഒരു കുട്ടി മുറിവെണ്ണയും വാങ്ങി വെച്ച് രാഷ്ട്രാദി കഷായം വെച്ചാൽ വൈദ്യശാല വേണം, എളുപ്പം. പിന്നെ അപ്പുറം പോയി ഞാൻ 3 ബ്ലോക്ക് ഉണ്ട്, മുട്ട് തഴഞ്ഞു പോയിന്, അതാ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 3 ചീകയും പഠിച്ചു വെക്കുക. ഇന്ന് രാവിലെ പെണ്ണെങ്കിലും വിളിച്ചു പോയിട്ട് വരുന്നത് 3 ബ്ലോക്ക് ഉണ്ടെന്ന്. ഈ തത്തമ്മപ്പാട്ടല്ലേ, അതുകൊണ്ട് ഒട്ടും വൈകണ്ടെന്ന്. വൈകുന്നേരം കാത്ത് കണ്ട പെണ്ണുങ്ങന്നെ വിളിച്ചു ചോദിച്ചു, എൻ്റെ അമ്മക്ക് കയറി കൊടുത്തേ ബൈപ്പാസ് ചെയ്തു. അപ്പം ആദ്യം വയറ്റിൻ്റെ രോഗം മുമ്പ് എടുക്കുന്നു. അതിന് ഭക്ഷണത്തിൻ്റെ വല്ലഹബിയ, അതോടെ ഗ്യാസ് മറ്റുള്ള അഹവാലുകളെ കൊണ്ടുണ്ടാകും ആമാശയത്തിന് രോഗം വരും. അപ്പം കഥാലിക്ക ഇതുപോലെ തന്നെയാണ്. ഇനി ബാത്തിൻ്റെയൊക്കെ കിടക്കുന്നത് പുല്ലു മൗലൂദിൻ യൂലതു മുഅ്തദിലൻ സഹീഹൽ ഫിത്രത്തി, ഫിത്രത്ത് സഹിയായ നല്ല മുഅ്തദിലായിക്കൊണ്ടാണ്. ചിലപ്പോൾ കുട്ടികൾക്ക് ദുസ്വഭാവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി എന്താന്ന്? വഇന്നമാ അബവാഹു യുഹബ്ബിദാനിഹി, മായദത്ത ഇല്ലത്തെല്ലാം മായദത്ത് ആമാശയം. ആമാശയത്തിന് മലർത്ത് വരുന്നത് ബിഹവാലിദിൽ അഹദിയ, ഭക്ഷണത്തിൻ്റെ സൈഡ് എഫക്റ്റുകൾ. അതുപോലെ വായുവിൻ്റെ അഹവാലും, അഹവാലത് കാലാവസ്ഥയും കാറ്റടിക്കലും മറ്റൊക്കെ വരുമല്ല. വെള്ളത്തിൻ്റെ പ്രശ്നം വരും. അപ്പോൾ അഹവാൽ എന്താക്കുക? പരിസരം.
അപ്പോൾ ഇവിടെ എന്താക്കി എല്ലാ ജനിക്കുന്ന കുട്ടികളും മുഅ്തദിലായി ജനിക്കും. അപ്പോൾ ഇവനാരാകുന്നു? യുഹബ്ബിദാനി, യഹൂദിയാകുന്നു, നസ്രാണിയാകുന്നു, മജ്ജിസാനി. ഏതാണ് അവരുടെ സാഹചര്യം? ബിൽ-ഏറ്റിയാദ്. അതൻ്റെ അർത്ഥം എന്താണെന്ന് ഒട്ടാകെ ശീലിച്ച് ഏറ്റിയാദ്, ആ കുട്ടിക്ക് കണ്ടതും കേട്ടതും ശീലിച്ചിട്ട്. വത്തഅലീം, അതുപോലെ തന്നെ പഠിപ്പിക്കുന്നുണ്ടു. തക്തസിബുർ-റദാഇൽ, മോശമായ കാര്യങ്ങൾ സമ്പാദിച്ചെടുക്കും. പഠിപ്പിക്കുന്ന സ്ഥാപനം ചീത്ത സ്ഥാപനമാണെങ്കിൽ അവിടെ വെച്ച് അത് പഠിപ്പിക്കുമല്ലോ. ഇനി ഓരോ മിസാലുകളോട്ട് രണ്ടൊപ്പിച്ചിട്ട് വകമാ അന്നൽ ബദല ഫിൽ ഇബ്തിദാഇ ലാ യുഖ്ലഖു കാമിലൻ, ബദന് ജനിക്കുമ്പോൾ തന്നെ കാമിലായി പടക്കപ്പെടൂല അല്ലേ എന്നതുപോലെ വൈന്നമായക്കുമൊരു വയക്കവേ ബിൻ നുഷുമി വ തർബിയത്ത് ബിൽ ഗദായി, പല ഭക്ഷണങ്ങൾ കൊടുത്തിട്ടും തർബിയത്ത് ചെയ്തിട്ട് ഇങ്ങനെ പടിയായി വളരലാണ് എന്നതുപോലെ ഫകദാലിക്കൻ നഫ്സു തുഖ്ലഖു നാഖിസതൻ, നാഖിസായിക്കൊണ്ടാണ് നഫ്സ് പടക്കപ്പെടുന്നത്. കാബിലത്തിൽ കമാലിനെ കബൂൽ ചെയ്യും തർബിയത്തുകൊണ്ട്. وإنما تكمل بالتربية وتهذيب الأخلاق والتغذية بالعلم, ഇൽമാകുന്ന ഭക്ഷണം കൊടുത്തുകൊണ്ടും തഹദീബുൽ അഖ്ലാഖ് തർബിയത്ത് ചെയ്താൽ എന്താകും? നഫ്സ് കാമിലാകും. വകമാ അന്നൽ ബദന ഇൻ കാന സഹീഹൻ, ബദന് വളരെ സഹിയാണ്, രോഗമൊന്നുമില്ല. ഇല്ല നമ്മൾ തീരുമാനിച്ചാൽ അവിടെ പോയി ഉണ്ടെന്ന് പറയും. ആരത്താ കത്തിയുള്ളത് ഉടനെ ഓപ്പറേഷന് പറയും. ആ പെണ്ണുങ്ങളോട് പറഞ്ഞ കത്തി തുരുമ്പിടിക്കാണ്ടിരിക്കാനും പറയൂ. മാത്രമല്ല മാനേജ്മെൻറ്റ് കൊടുക്കും, ഇത്ര ഓപ്പറേഷൻ ഉണ്ടാക്കി ഇത്ര പൈസ ഉണ്ടാക്കി തരണമെന്ന് എന്നിട്ട് എന്താക്കും? അവർക്ക് ഡിഗ്രിയും സമ്മാനവും ഇതെല്ലാം കൊടുക്കും. ഇത്ര കേസുകൾ കൃത്രിമമായി ഉണ്ടാക്കിയാൽ പോലീസിന് സ്ഥാനം കിട്ടും. അപ്പോൾ ഇല്ലാത്ത കേസ് ഉണ്ടാക്കണം മാസമൊക്കെ. ഇതൊക്കെ നമ്മളെ പോലൊക്കെ എല്ലാവരും ഉള്ളത് കൊണ്ട് എല്ലാ ഉള്ളുകളിലും നമുക്കറിയാം. കോടതി കള്ളി അറിയാം, ആസ്പത്രി കള്ളി അറിയാം, എല്ലാം ചെയ്യും. അപ്പം ബദന് സഹീഹാണെങ്കിൽ ഇപ്പം എന്താക്കാണ്? രോഗം മാറ്റാനുള്ള മരുന്നൊന്നും കൊടുക്കണ്ട, അതുള്ളത് കാത്തു സൂക്ഷിക്കണം എന്നതേ വേണ്ടു. എന്നതുപോലെ എന്താണ് തബീബിൻ്റെ പണി എന്താണ് ഇവിടെ? തംഹീദുൽ ഖാനൂനിൽ ഹാഫിദ് ലിസ്സിഹത്തി, ആരോഗ്യം സംരക്ഷണം നിലനിർത്താൻ വേണ്ടിയുള്ള കാനൂന്, ഇതുള്ളത് കളയാൻ പാടില്ല. ഇനി മൊയിൻകാന മരീലൻ, ഇനി തിരിച്ചാണ്, മരീലാണ്. ഫശഇനുഹു ജൽബു സിഹത്തിലേഹി, ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കലാണ് ആവശ്യം. ഫകദാലിക നഫ്സു, അതുപോലെ തന്നെയാണ് നഫ്സും. ഇത് റൂഹ് മിൻക, നിൻ്റെ ഇൻകാനത്തു സകിയതൻ ത്വാഹിറതൻ മുഹദ്ദബതൻ, അത് വളരെ പരിശുദ്ധമാണെങ്കിൽ ഫയംബഗി അൻ യുസമ്മ അൻ തസ്ആലിഹി ഫിലിഹാ, അത് നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കാൻ വേണ്ടി അധ്വാനിക്കണം. തക്കതായ ഉദാഹരണം തന്നെ അല്ലേ. വജൽബി മസീദ് കൂവത്തിനിലേഹ, കൂടുതലായ കൂവത്ത് സമ്പാദിക്കണം. വക്തിസാബ് സിയാദത്ത് സഫായിഹ, അതിൻ്റെ സഫാ വർദ്ധിപ്പിക്കുവാനുള്ള അധ്വാനം ചെയ്യണം. ഇനി വൈൻകാനത്ത് അദീമത്തൽ കമാലി, കമാലി ഇല്ലാത്തതാണ്, സഫാവില്ലേ. വജംബഗി അൻ തസ്ആലി ജൽബിദാലിക ഇലൈഹ, അതിലേക്ക് വലിച്ചുകൊണ്ടാൻ വേണ്ടി പണിയെടുക്കണം. ഇനി ഓരോ കമ്മ ഇട്ടിട്ട് ഓരോന്ന് രണ്ടും തസ്ബീഹാക്കി. വകമാ അന്നൽ ഇല്ലത്തൽ മുഗയ്യിറ ലിഇഅ്തിദാലിൽ ബദനി അൽ മൂജിബത ലിൽ മർദി, കടാ ഏറ്റിദാലിനെ, ശരീരത്തിലുള്ള ഏറ്റിദാലുണ്ടല്ലോ മിസാജി, അതിനെ കോട്ടം വരുത്തുന്ന ഇല്ലത്ത്, അതുപോലെ അങ്ങനെയല്ല മറന്നുണ്ടാകുന്നു. അല്ലാത്തു ആലജു ഇല്ല ഈ ലിദ്ദിഹാദ, ലിദ് കൊണ്ടല്ലാണ്ട് ചികിത്സക്കാരില്ല. അപ്പോൾ അതൊക്കെ ചികിത്സാമാർഗം പറഞ്ഞാണ്. അതിനല്ല അലോ എന്ന് പറയും. അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ലിദ്ദല്ല, തത്തുല്യം. സമൻ സമയന സാമദീൻ സിമിരിയ, അത് ഒരു തിയറിയാണ്. അത് ഓരോ കാലത്ത് വളർന്നു വന്നില്ല. അലോ എന്ന് പറഞ്ഞാൽ നേരെ വിപരീതം. ഹോമിയോ എന്ന് പറഞ്ഞാൽ തത്തുല്യം, അത് ഗ്രീക്ക് വാക്കാണ്. ഹോമിയോ എന്ന് പറഞ്ഞാൽ മുമാസലത്ത്. മുമാസലത്ത് എന്ന് പറഞ്ഞാൽ ഒരു രോഗത്തിന് എന്താണോ പറയുന്നത് അതിനേക്കാണ് വലിയ രോഗം ഉണ്ടാക്കുന്നതിന് അങ്ങോട്ട് കയറ്റും. എന്നിട്ട് ആ വലുത് കൊണ്ടെന്താക്കും ചെറുതിനെ തള്ളും. അത് സിമിലിയ സിമിലിവ ക്യൂറണ്ടർ, ശബ്ദം എന്താണ് എന്താ പറയുന്നത്, സമം സമേന ശമതി. പണ്ട് കൂത്തുൽ ഇസ്ലാമിൽ പഠിപ്പിക്കുമ്പോൾ ഒരു മൂലാർക്ക് എന്താക്കി പാട്ട് എഴുതി കൊടുത്തിട്ട് ഭയങ്കര ഒച്ച. അടുത്ത ക്ലാസ് നമുക്ക് മുണ്ടാതിരിക്കാനേ കഴിയും.
ഞാനാണെന്നോ എന്ന് നമ്മുടെ ശബ്ദം പിള്ളേർ കേൾക്കണ്ടേ? ഇതന്നെ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒരു പാട്ടിപ്പുറം ഓതി കൊടുത്തു അടിച്ചു പാടുന്നത്. അങ്ങനെ അതിനേക്കാണ് അച്ചിൽ പാടണോ? അതിനേക്കാണ് അച്ചിൽ പാടണോ? അവൻ ഭയങ്കര ബഹളായി. MS വന്നു സദർ അപ്പുറം ചാടി വന്നിട്ട് എന്ത് ചെയ്ത്, ഞാൻ സിമിലി ബസ് ക്യൂറുണ്ടെന്നാന്ന് ഹാനിമാന്തി വരും. ഞാനന്ന് ഹോമിയോപ്പത്തിൻ്റെ ആളാണ്. അപ്പം എന്താക്കി ഒറ്റക്കൊറ്റ ശാന്തത എന്നെ പറഞ്ഞ 4 ഒച്ച ഉണ്ടാക്കാൻ പോകണം. മൂപ്പർ അടക്കി നിർത്തിയിരിക്കും. ഒറ്റക്കൊച്ച ശാന്തത സിമിലി ബസ് ക്യൂറുണ്ട് സമൻ സമേന. അതെ, കൂടാൻ കൊടുക്കും. ഹാനിമാന്തി അറിയാം, അതാ പറഞ്ഞ വാക്ക് തിരിയില്ല. അതായത് ഇവനിക്ക് എന്താണോ ശിക്കായത്തിൽ സിംറ്റം പറയുന്നത് അതിനെ തത്തുല്യമായ രീതിയിൽ പവർ കൂടിയിട്ടുണ്ട്. 2 സിംറ്റമുണ്ട്, തത്തുല്യമാകണം. എല്ലാം പറന്നു കൊടുത്താൽ സമാന്തരമായിട്ട് അങ്ങ് പോകും. ആ രോഗം ഉണ്ടാവും, ഈ രോഗം ഉണ്ടാവും, 2 ഉണ്ടാവും. തത്തുല്യമായത് കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കും? നമ്മൾ ചെവിയിൽ വെള്ളം കഴിഞ്ഞാൽ എന്താക്കില്ലേ? വീണ്ടും വെള്ളം വെച്ചാൽ നിങ്ങൾ കുലിക്കാൽ ആദ്യത്തെ വെള്ളവും പോകും. ബാറ്ററിയുടെ ഗ്യാസ് തടിച്ചാൽ എന്താക്കും? സോഡ കുടിക്കും. സോഡ കുടിക്കുമ്പോൾ ഈയുടെ ഗ്യാസ് പുറത്തു പോകും. അപ്പം മറ്റേ ഗ്യാസിനോട് പറയും, ഞാൻ പോന്നിട്ട് ഞാൻ ഒക്കെ വന്നു. അങ്ങനെ ഇതാണ്. അപ്പം ഗ്യാസിന് ഗ്യാസ് കൊടുത്ത് ആയത്വരീച്ചിലെല്ലാം കാണാം ഈ ഹോമിയോപ്പതി. പക്ഷെ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ എന്താക്കുന്നത്? ഒരു കുപ്പി തസവുറാക്കും, കുറെ പല്ലുമുട്ടണക്കത്തെ ഗുളിയും തസവുറാക്കും, അതിലാണ് ഇറ്റിച്ചിട്ട് ഇങ്ങനെ കുലിക്കുന്ന തസവുറാക്കും, പിന്നെ വായിലിട്ട് ഇതും തസവുറാക്കും. ഇതാ ഹോമിയോപ്പതി. ഖുർആനില്ലേ? എന്താണ് പോട്ടെ, ആയത്തിലില്ല. ഏതോ ഒരു സഹാബിയില്ലേ? അപ്പോൾ സൂറായ സഹാബിയില്ലേ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തുള്ള ശത്രുക്കൾ ഭയങ്കര ബുദ്ധിമുട്ടാക്കിയിട്ട് മാന്തിയിട്ടും പിടിച്ചിട്ടും കൈകാലം മുറിച്ചിട്ടും കുപ്പായം ചൊരിയിട്ടെല്ലാം മുറിവേൽപ്പിച്ചിട്ട് സഹാബി പറഞ്ഞില്ലേ, അലാ തദ്ഉ ലനാ അലാ തസ്തൻസിറു ലനാ, ഒന്ന് ദ്വാരന്നൂടെ നബിയെന്ന്. അപ്പം തങ്ങൾ എണീച്ചെന്നിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആൾ ഇസ്ലാമായ കാരണത്താൽ ഈർച്ചപാട് കൊണ്ട് തലമുതലെ മുറിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ 2 പൊളിയായിട്ട് വീഴും. മിഷാദ് ചീർപ്പുകളെ കൊണ്ട് മാന്തിയിട്ട് എന്താക്കും? ഓരോ മാംസം മുഴുവൻ തോത്തി ഇളക്കും, കാലുവരെ കുഴിച്ചിട്ടിട്ട് തല്ലും, അല്ലേ? അപ്പോൾ ഈ സഹാബി ശിക്കായത്ത് പറഞ്ഞ ആ തത്തുല്യമായ ശിക്കായത്ത് എന്താക്കി? മറ്റേ കിസൈന് തങ്ങൾ ഇട്ടു വെച്ചു. അപ്പോൾ ഇത് കേട്ടാക്ക് എന്താക്കി? നമുക്കുള്ള സാരിയില്ല എന്ന് പോയി. ഒന്നുമില്ലായി. 1000 രൂപ നഷ്ടപ്പെട്ട ഒരാളെ ശിക്കായത്ത് പറയുമ്പോൾ മറ്റേ ആൾക്ക് 1 ലക്ഷം തീ പിടിച്ചിട്ട് പോയിനല്ല, അതേക്ക് ചേർത്ത് ചെറിയ പൈസയല്ലേ? ഓ, അങ്ങനെയാ തത്തുല്യം. ഒന്നും അത്രത്തോളം നടക്കുന്നില്ല. ഇന്നേ വരുമ്പോലെ വെച്ചങ്ങ് വെച്ച് വിടുന്നു. കാരണം പേറ്റൻ്റ് വരുന്നല്ലേ കൊടുക്കുന്നു. ആനിമാരെങ്കിലും ഇപ്പം ജപിച്ച് പണ്ട് മാവേലി വരുമ്പോലെ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇട്ട് തോട്ടിലെറിയടാന്ന് പറയും. ഇതൊന്നും എൻ്റെ ഹോമിയോപ്പതി അല്ല, അത് മതിക്കൂല. ലെൻസിന് അതിൽപ്പെട്ട ഒറ്റൊന്ന് ചിലതിൽ പ്രസിദ്ധമായ എന്താന്ന് ഇനി ഗുളിക എന്തെങ്കിലും ഉണ്ടാവും അലോപ്പതിയിൽ, അത് പൊടിച്ചു കൂട്ടിയിട്ട് കൊടുക്കും. വേറെ ആർക്കും തിരിയില്ല. ഷുഗറോമേരിക്ക് പൊടി പൊടിച്ചാലാക്കി പെട്ടെന്ന് കിട്ടുക. മറ്റേത് സൈക്കാട്രിസ്റ്റ് മരുന്നായിരിക്കും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചില ഡോക്ടർമാരുടെ ഒരാളുണ്ട് പുറത്തിയാടൻ കണ്ടമാനം എഴുതി കൊടുക്കുന്ന ഒരാൾ. പുറത്തിയാടൻ 25, 50, 75 എല്ലാം പറ്റി MD ഉണ്ട്. ചിലക്ക് തന്നെ ഒരു പുറത്തിയാടന് 25 ഇരിക്കട്ടെ മേൻ്റെ ചെറിയ അളവ്. അത് തിന്നിട്ട് നടന്നാൽ കാല് നിലത്തുണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ നടക്കലില്ല. പിന്നെയോ അപ്പം ഇവനിക്ക് എന്താണോ എനിക്ക് നുള്ളിയാലോ തടിച്ചാലോ 6 ചീത്ത പറഞ്ഞാലും ഇവനിക്കൊന്നും ദേഷ്യമില്ല. മനസ്സിൽ തട്ടണ്ടേ?
ഇത് മറ്റു മരുന്നിൻ്റെ കൂടെ കൂട്ടി കൊടുക്കുമ്പോൾ രോഗിക്ക് എന്താ തോന്നുന്നു, വളരെ സമാധാനമുണ്ട്. ഞാനൊരു ഡോക്ടറോട് ചോദിച്ചു, ഇതിൻ്റെ ഉമ്മാക്ക് എന്തോ കാണിക്കാൻ പോയപ്പോൾ ബ്രോക്കാണ് 25. നമ്മൾ എന്തിനാണ് സാറേ, ഇത് എൻ്റെ പഴങ്ങൾക്ക് അങ്ങനത്തെ രോഗമൊന്നുമില്ലല്ലോ. ആ അയാൾ പറയുന്നു, നമ്മൾ ചികിത്സയ്ക്ക് എടുത്താൻ പാടില്ല, നമുക്ക് ചില തീയതി ഉണ്ടാവും, ഇത് പഠിപ്പിക്കാൻ വന്നതുകൊണ്ട് എന്നോട് കറിയ കളിക്കും. ഞാൻ പറഞ്ഞ് ഇത് തിന്നാൻ പാടില്ല എന്ന് എനിക്കറിയാം. പണ്ട് ജയരാജൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്കൊരു മരുന്ന് കിട്ടും, കുറേ മരുന്നിൻ്റെ കൂട്ടം. ഞാൻ പറഞ്ഞ് എൻ്റെ പേര് എനിക്കറിയാം, ഇല്ല ഇതെന്തിനാണ് എനിക്ക് ഈ മയക്കുന്ന വരുന്നത് നല്ലോണം ഉറങ്ങാൻ. ഈ തടഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ, അവനവൻ്റെ മൊത്തത്തിൽ എന്താക്കി അവിടെ തടഞ്ഞിട്ട് എന്തോ ബ്രാക്കറ്റിൽ എഴുതി. ഈ ബ്രാക്കറ്റിൽ എഴുതിയത് എന്താണെന്ന് അറിയാൻ മുസ്ലിം നമ്പർ കൊടുത്തു. നമ്മൾ അന്വേഷിച്ചു, എനിക്കിങ്ങനെ ഒരു കുസറ കൊള്ളി തന്നെ. അയാൾ പറഞ്ഞ് രോഗി പരാതിപ്പെട്ടത് കൊണ്ട് അത് ഒഴിവാക്കി എന്നാണ് അതിൻ്റെ വയനാട്. അപ്പം എന്തിനാന്ന്, എനിക്ക് ആവശ്യമുള്ള മരുന്ന് ഇയാൾ തരാണ്ട് ഒഴിവാക്കിയെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാതിരിക്കാൻ. കംപ്ലൈൻറ്റ് കൊടുത്താൽ രോഗി പറഞ്ഞിട്ടാന്ന് അയാൾക്ക് പറയാം. അത് പെരുന്തപ്പം എനിക്ക് ആദ്യം ചെറിയ ഇത്ര ഉണ്ടാവുള്ളൂ, ചെറിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. ഇവിടെ 90 നേരം പോലത്തെ വെന്തകൾ ഉറങ്ങും. അമിട്രിപ്ലൈൻ കണ്ടീഷൻ, അമിട്രിപ്ലൈൻ ഇതെല്ലാം ഉണ്ടാവുമല്ലോ. അതെല്ലാം ഉള്ളിൽ പഠിക്കുന്ന ശേഷം പഠിക്കണ്ടേ. നോക്കാം നോക്കി പറഞ്ഞേ. അപ്പോൾ നമ്മുടെ തെറ്റ് ലാ തുആലജു ഇല്ലാ ബിൽ ഇദ്ദിഹാന്നോട് ഹസ്റാക്കീൻ അക്കാലത്ത് തന്നെ. ഫഇൻകാനത്ത് മിൻ ഹറാറത്തിൻ, ഹറാറത്ത് ഏറിയിട്ടാണെങ്കിൽ ഫബിൽ ബുറൂദ, നേരെ ഓപ്പോസിറ്റായി. വൈൻകാനത്ത് മിൻ ബുറൂദത്താണെങ്കിൽ ഫബിൽ ഹറാറ. കണ്ടോ? ഫകദാലിക റദീലത്തുല്ലത്തി ഹിയ മറദുൽ ഖൽബി ഇലാജുഹാ ബിൽ ഇദ്ദിഹാ. ഖൽബിനെ ബാധിക്കുന്ന രോഗത്തിൻ്റെ ചികിത്സയും അതിൻ്റെ ലിദ്ദാണ്. അപ്പം എന്താക്കും, ഫയുആലജു മറദുൽ ജഹിലി, ജഹിലിൻ്റെ മറദ് എന്താക്കണം, ബിത്താല്ലുമി പഠിക്കൽ. മറദുൽ ബുഖൽ എന്താണ്, ബിത്തസഖി സഖായ് പ്രവർത്തിക്കൽ. മറദുൽ കിബ്റ ബിത്തവാലുഇ മറദുൽ ശർഇ ബിൽ കാഫിയാൻ മുസ്തഹാദ്. ഇതെല്ലാം തകല്ലുഫൻ. ഇനി ഇനി അവിടെ നമ്മുടെ തസ്ബീഹോരോന്ന് പോകും. وكما أنه لا بد من الاحتمال لمرارة الدواء, മരുന്നിൻ്റെ ചില കയ്പ് സഹിക്കേണ്ടി വരും. വശിദ്ദത്തി സ്വബരി അനിൽ മുസ്തഹയാത്തി, ചിലപ്പോൾ മുസ്തഹയാത്തൽ ഒഴിവാക്കിയിട്ട് പഥ്യം ആർജിരിക്കേണ്ടി വരും എന്നതുപോലെ നേതാജിൽ അബദാനിൽ മരീദ. فكذلك لا بد من احتمال مرارة المجاهدة, മുജാഹദ എന്ന കഷായം കുടിക്കുമ്പോൾ നല്ലോണം കയ്പുണ്ടാവും. കയ്പ് മാത്രമല്ല, കയ്പ് വായിക്കല്ലേ, മൂക്കിനും എല്ലാത്തും അടിക്കുന്ന മരുന്നുണ്ടാവും. അപ്പോൾ ഷഡ്ദരണം മരുന്നിവിടെ തുറന്നു വെച്ചാൽ പള്ളി ഒട്ടാകെ നാറും. കയ്പ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ജല്ല ജലാൽ 6 മരുന്ന് അതിൻ്റെ അടുത്ത് ഉണ്ടാവില്ല. 6 ആക്കിയപ്പോൾ ഏറ്റവും കയ്പുള്ളത് സാധന. ഷഡ്ദരണം എന്ന് പറഞ്ഞാൽ 6 മരുന്നാണ്. അത്യാഘാതം സൂചിപ്പിക്കാറുണ്ട്. ഇന്നലെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കൊല കായ് തോന്നു 40 ഇഡ്ഡലി ഒന്നെല്ലാം പറഞ്ഞ് ആരെന്നു മംഗളത്തിൽ പോയാൽ 3 പ്ലേറ്റ് ബിരിയാണി എങ്ങനെയും വയ്ക്കുന്നുള്ളൂ. ഉള്ള ഗെയിമിനും എടുത്ത് വെക്കലാണ്. കേട്ടാ. പിന്നെ മറദുൽ ഖൽബി, ഖൽബിൻ്റെ രോഗത്തിന് കൊടുക്കുന്ന ആ ചികിത്സക്ക് എന്താക്കണം, സബുറും വേണം. കണ്ടാ. എന്ന് മാത്രം വല്ല ഔല, ശരീരത്തിനേക്കാണ് ഔലയാന്ന്. എന്തുകൊണ്ട്? ഫഇന്ന മറദൽ ബദനി യഖ്ലിസു മിൻഹു ബിൽ മൗത്ത്, മരിക്കലോടുകൂടി മറദുൽ ബദനെല്ലാം പോയി. കൊടുത്ത പൈസയും തീർന്ന് ആസ്പത്രിയും വിട്ടു.
അല്ലേ? മറന്നുൽ കൽബ വൽ യാറു ബില്ലാഹ് ആമീൻ മാറന്നു യദൂമു ബഅദൽ മൗത്ത്. മൗത്തിന് ശേഷം നിലനിൽക്കും അബദല്ലാബ. അതുകൊണ്ട് ഔലവിയത്താ പറഞ്ഞത്. ഇനി വകമാ അന്ന കുല്ല മുബദ്ദിദിൻ ലാ യസ്ലുഹു ലിഇല്ലത്തിൻ സബബുഹൽ ഹറാറത്തു. ചൂട് കാരണത്താൽ ഉണ്ടാകുന്ന എല്ലാ രോഗത്തിനും എല്ലാ മുബദ്ദിദും പറ്റൂല. തണുപ്പിക്കുന്നേ ഇല്ല ഇതാ കാനാല ഹദ്ദിൻ മഖ്സൂസിൽ പ്രത്യേക അളന്ന് മുറിച്ചിട്ട് കണക്കാക്കിയിട്ടല്ലാണ്ട് കൊടുക്കാൻ പറ്റില്ല. ഹറാർത്ത് തൊട്ടാ പൊള്ളം തന്നെ ആയിക്കൊള്ളുന്നില്ല. മരുന്നുകളെ കൂട്ടത്തിൽ ഹാർട്ട് ബാധിത എന്നുണ്ടെന്താക്കും മരുന്ന് ഓഹരി വെക്കും. അത് പ്രത്യേകം കാണിക്കലെവിടെയെന്ന് തദ്കിറത്തിലാണ് പറയുന്നത്. അറബി ചികിത്സൻ്റെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഗ്രന്ഥമല്ല തദ്കിറത്ത്. തദ്കിറത്തിൽ മരുന്ന് പറയും ഹാറാണ്, യാബിസാണ്, ഹറാറത്താണ്, ഫസ്റ്റ് ഗ്രേഡാണ്, സെക്കൻഡാണ്, തേർഡാണെന്നൊക്കെ പറയുമായിരുന്നു. ഉദാഹരണത്തിന് കുരുമുളക്, ചെറുജീരകം ഇതെല്ലാം എന്താണ് ഹാറ ഫസ്റ്റ് ഗ്രേഡ്. ചെറുതാവ് പറ്റൂല. അന്നേരം ഇവനിക്ക് സോക്കേട് വേറെ വരും. എല്ലാം ഫസ്റ്റ് ഗ്രേഡ് കൊടുക്കുന്ന അവസരത്തിൽ അതിൻ്റെ ഹറാത്ത് കുറക്കാൻ വേണ്ടി ഒരു ഭാര്യ കൊടുക്കും. ഹറാത്തല്ല ഉഷ്ണമീനുള്ള സാധനത്തിനെ പറയാം. അതെന്താക്കും പിത്തത്തിനെ കോപിപ്പിക്കും. ആയുർവേദ ചികിത്സ പ്രകാരം ഹാറിന് കൊടുത്താൽ പിത്തം കോപിക്കും. അപ്പം കണ്ടമാനക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടാകും. പിത്തം കോപിച്ചാൽ എന്താക്കും ഭയങ്കര അത് ചൂട് കൊടുക്കും. അപ്പോൾ ചൂടനാന്ന് തന്നെ പറയും. തണുപ്പ് ബാധിച്ചാൽ മന്ദനായും ചെയ്യും. ഒരു പണിയെടുക്കൂല. വലിയ പണിയാന്നല്ല. ഹാറു യാബിസ് മറ്റു 4 തമയിൽ പറയില്ല. ഹാറു യാബിസ്, ഹാറും തത്തുമ്പ്, ഭാര്യനും യാബിസ്, ഭാര്യനും തത്തുമ്പ്. നമ്മയല്ല പണ്ട് മഴതല് ക്ലാസ് നമുക്ക് നിങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടാ മഴതല്ലേ? ആ നിങ്ങളുണ്ടല്ലോ. അതെ 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 അത് ഇത്തപ്പം ചൂടാണ്. ചൂടാണ്. അതിൻ്റെ പ്രത്യേക ഇസ്ലാഹാണത്. അത് ബോഡി അളക്കണം. അതിലെന്തെല്ലാം നോക്കണം. ഇവൻ്റെ പ്രായം, ഇവൻ്റെ സഹനശക്തി, ഇവൻ്റെ ഭക്ഷണം, ചെയ്യുന്ന ജോലി ഇതെല്ലാം നോക്കിയിട്ടാണ് തീരുമാനിക്കാൻ. അല്ല വയഖ്തലിഫു ദാലിക ബിശിദ്ദത്തി വദ്ദഅഫി. കേട്ടാ, ഷിദ്ദത്ത് ദഅഫിനനുസരിച്ച് മാറും. വദ്ദവാമി അതുപോലെ പതിവായി കൊടുക്കുമ്പോൾ എന്താക്കും അളവ് കൂടുമല്ലോ. വഅദ്മിഹി വബിൽ കസ്റത്തി വൽ ഖില്ലത്തി എല്ലാം നോക്കണം. വലാ ബുദ്ദ ലഹു മിൻ മിഅ്യാരിൻ യുഅറഫു ബിഹി മിഖ്ദാറുൻ നാഫിഅ മിൻഹു. കേട്ടാ, അതിൽ നിന്ന് ഉപകാരപ്രദമായ നാഫി ആകുന്ന കണക്കെത്തിരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക നിശ്ചിത അളവുണ്ട്. ഞാൻ റെമഡി എന്ന് പറയുന്നു. ഔഷധ വീര്യമുള്ള സാധനത്തിന് എന്താ പറയുക? ഡ്രഗ് എന്ന് പറയും. എന്നുവെച്ചാൽ പ്രത്യേക മരുന്നല്ല, മരുന്നാണ് എന്നൊരു പറച്ചിൽ. ഈ സാധനം നല്ല മരുന്നാക്കാവുന്ന സാധനമാണ്. ഔഷധ വീര്യമുള്ള സാധനം എന്താ പറയുക? ഡ്രഗ് എന്ന് പറയും. അത് മരുന്നാക്കിയിട്ട് കഷായമായിട്ടോ അസമായിട്ടോ അരിഷ്ടമായിട്ടോ ഗുളികയായിട്ടോ എന്തോന്ന് വെച്ചാൽ കമ്പനി പുറത്തിറക്കിയാൽ എന്ത് പറയും? മെഡിസിൻ എന്ന് പറയും. അവർ മറ്റേത് പോയിട്ട് മെഡിസിനായി, ഡ്രഗ് പോയിട്ട് മെഡിസിനായി. ഉദാഹരണത്തിന് കുറുന്തോട്ടി എന്ന അസിൽ പറഞ്ഞാൽ എന്താണ്? ഡ്രഗാണ്. അത് ബല എന്ന് പറഞ്ഞാൽ കഷായമോ കൊതോ ലേഹിയോ എന്തോ ആക്കിക്കൊണ്ടാന്ന് ആളാ ഷാപ്പിലൊക്കെ തയ്യാറാക്കിയിട്ട് അത് മെഡിസിൻ. ഒരു രോഗിക്ക് എന്താക്കി കളന്ന് മുറിച്ച് അതെത്ര ചേർക്കണം ഇതെത്ര ചേർക്കണം അങ്ങനെ ആക്കണം എന്നിട്ട് കുടിക്കാൻ കിട്ടുന്ന അയാളവുണ്ടല്ലോ, അതിനെ വെറും റെമഡി. അപ്പോൾ വെറും റെമഡി അഫസ്സും പിന്നെ ഡ്രഗി. അപ്പോൾ കൊല്ലോ എന്താ പറയുന്നത്? കൊല്ലു റെമഡി ഡ്രഗുൻ. ഇത് മന്തിക്ക് പറയാ ഒലൈസ കൊല്ലു ഡ്രഗിൻ റെമഡിയോ. അത് ഞാൻ നെസ്ബ് ഒഴിവാക്കണേ. ആഖിർ ജാവും മാക്കമ്പലെ കസുറുമായ നെസ്ബ് ഒഴിവാകില്ലേ? അങ്ങനത്തെ ഒന്നും ഉണ്ടെന്നില്ല. കണ്ടാ? അപ്പോൾ ഫഇന്നഹു ഇല്ലം യുഹഫദ് മിഅ്യാറുഹു സാദൽ ഫസാദ്. അളവ് പരിഗണിച്ചിട്ടില്ലെങ്കിൽ എന്താക്കും? രോഗം വർദ്ധിച്ചിട്ടെല്ലാം കൊടുക്കും. ഉൽമാൻ്റെ അപ്പീസാവും. فكذلك النقائض التي تعالج بها الأخلاق لا بد لها من معيار. അപ്പം മോശമായ സ്വഭാവത്തിനെ മാറ്റാൻ വേണ്ടി നക്കായത് കൊടുക്കുന്നത് നേരെ ഓപ്പോസിറ്റ്.
അതും നിശ്ചിത അളവിലായിരിക്കണം എന്ന് പറയും. ഇതുപോലെ ബുഖല് എന്നുള്ള രോഗം മാറ്റണമെങ്കിൽ തസഹി അല്ലേ? തസഹി എന്ന് പറഞ്ഞാൽ എന്താ? ദാനം ചെയ്യുന്ന ശീലമാക്കലല്ലേ? ശീലമാക്കിയിട്ട് എന്താ അളവ് തെറ്റിയിട്ട് ഇഫ്രാത്തിലേക്ക് പോയാൽ ദൂരത്തിലേക്ക് പോകും. ബുഖല് പോയിട്ടടുത്തേക്ക് ദൂരത്തിലേക്ക് എത്തും. സാധനം ചിന്തിക്കുന്നത് അപ്പം തറപ്പ് മാറിപ്പോയില്ലേ? ബുഖലിൻ്റെയും ദൂർത്തിൻ്റെയും ഇടയിലാണല്ലോ സഹായ ഉള്ളത്. രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് തൂക്കിയിട്ടാണ് മരുന്നിൻ്റെ കണക്ക് തീരുമാനിക്കേണ്ടത്. രോഗത്തിൻ്റെ കമാ അന്ന തബീബ ലാ യുആലിജു മാ ലം യഅരിഫ് അന്നൽ ഇല്ലത മിൻ ഹറാറത്തിൻ ഔ ബുറൂദത്തിൻ. ഈ രോഗം ഹറാറത്ത് കൊണ്ടാണോ ബുറൂദത്ത് കൊണ്ടാണോ എന്ന് തിരിയാത്ത കാലത്തോളം ചികിത്സിക്കാൻ കഴിയൂല. മിൻ ഹറാറത്തിൻ, ഹറാറത്ത് കൊണ്ടാണെന്ന് വെക്ക്. അപ്പോൾ ഇനി ദർജ കണക്കാക്കണം. അഹിയ ലഈഫത്തുൻ അം ഖവിയ്യത്തുൻ, ശക്തിയുണ്ടോ ശക്തി കുറവോ. അഹ്വാലിൽ ബദനി, ഇനി ശരീരത്തിലേക്ക് നോക്കണം. അഹ്വാലിൽ സമാനി, കാലഘട്ടം നോക്കണം. ഇതിപ്പോൾ ഏതാനും മഴക്കാലമാണോ ഉഷ്ണകാലമാണോ ശീതകാലമാണോ, 4 സീസൺ ഉണ്ടല്ലോ, അത് നോക്കണം. വസനാഅത്തിൽ മരീൽ, മരീലിൻ്റെ പണി എന്താന്ന് നോക്കണം. പെയിൻ്റ് അടിക്കുന്ന ആളെങ്കിൽ എപ്പോഴും പെയിൻറ്റിൻ്റെ അലർജി ആയിരിക്കും. എനിക്ക് ശ്വാസം കിട്ടൂല ശരിക്കും. സിമെൻറ്റ് കടത്തുന്ന ആൾ എപ്പോഴും എന്താക്കും മൂക്കിപ്പൊടിയാകും. ജോലിക്കനുസരിച്ച് മാറും. പിന്നെ മൊസിന്നി, അവൻ്റെ വയസ്സും പ്രായം നോക്കണം. വസായിരി അഹ്വാലിഹി, ഇതെല്ലാം നോക്കിയിട്ട് എന്നിട്ടാണ് മരുന്ന് തീരുമാനിക്കാൻ. ഇപ്പോൾ പോയപാട് പറയുമ്പോൾ തന്നെ ഊഹക്കച്ചവടം, എല്ലാ വേദനക്കും ഡോളാം. അത് കുറച്ചുണ്ടല്ല. എന്നാൽ പിന്നെ 500 പോയിട്ട് 650, 650 കൊണ്ടുപോയാൽ ഒരു 500 കൂടെ കൂട്ടിയാൽ 1250. എണ്ണം കൂട്ടി കൊടുക്കും. കാരണം ഊഹച്ചികിത്സ ഇപ്പം നടക്കുന്നു. അയ്യാ الكلام بعض القلوب
അപ്പോൾ ഒരു വൈദ്യൻ്റെ അടുത്ത് കിട്ടിയ രോഗിൻ്റെ പ്രായം, അവരുടെ ശക്തി, കുഴപ്പ്, ചൂട്, തണുപ്പ് ഇതെല്ലാം നോക്കിയിട്ട് വേണം മരുന്ന് നിശ്ചയിക്കാനാണ് എന്നതുപോലെ എന്ന് പറഞ്ഞപ്പോൾ കദാലിക ഷെയ്ഖുൽ മത്ബൂ, ഒരു തുടരപ്പെടുന്ന ഷെയ്ഖ്, അതാണ് ഇല്ലാത്തത്. അല്ലവി യുതബ്ബിബു നുഫൂസുൽ മുരീദീൻ, മുരീദന്മാരുടെ നഫ്സുകളെ ചികിത്സിക്കുന്ന ഷെയ്ഖ്. വയുആലിജു ഖുലൂബൽ മുസ്തർശിദീൻ, റുഷ്ദ് ആഗ്രഹിക്കുന്നവരുടെ കൽബിനെ ചികിത്സിക്കുന്ന ഡോക്ടറാകുന്ന ഷെയ്ഖുണ്ടല്ലോ, അത് യംബഗി അല്ലാ യഹ്ജിമ അലൈഹിം ബിസ്സിയാദത്തി വത്തകാലീഫ് ഫീ ഫന്നിൻ മഖ്സൂസ്. ഒരൊറ്റ ഫന്നിൽപ്പെട്ട തക്കാലീഫും റിയാദയും എല്ലാവർക്കും ഒരുപോലെ ചുമത്തിൽ വെച്ചൂല. 10 ഉണ്ടെങ്കിൽ 10 തരത്തിലായിരിക്കും. ബന്ധത്ത് പോയാൽ ഞാനിവിടെ ലേഹ്യം പരിഹരിച്ചാണ്, എല്ലാവരും ലേഹ്യം തിന്നോന്ന് ഒറ്റ ലേഹ്യം, അത് ഇറക്ക് നീക്കുന്നു എല്ലാവർക്കും ഒന്ന്, അത് ശരിയാവില്ല. വഫീ തരീഖ് മഖ്സൂസ്. അപ്പം മാലം യഅരിഫ് അഖ്ലാഖഹും വ അംറാദഹും, ആദ്യമായി അവർ ഖുലുഖും രോഗം എല്ലാം അത് പഠിക്കണം. ഇനി പിന്നെ നമ്മുടെ തസ്ബീഹ പിന്നെയും പോകുന്നത്, വകമാ അന്ന തബീബ ലൗ ആലജ ജമീഅൽ മർളാ ബിഇലാജിൻ വാഹിദിൻ, ഒരു ഡോക്ടർ എല്ലാ രോഗികൾക്കും ഒരൊറ്റ ചികിത്സ, ഒരേ ഒരു മരുന്ന്, എന്നാൽ ഖതലാക്കി സലഹം അധികം ആളെയും കൊല്ലുമെന്നാ പറയുന്നത്. ഫകദാലിക ഷെയ്ഖു, ഇതുപോലെ തന്നെ ഷെയ്ഖ് ലൗ അശാറ അലൽ മുരീദി ബിനമത്തിൻ വാഹിദിൻ മിന റിയാദ, റിയാദയിൽപ്പെട്ട ഒരേ ശൈലി എല്ലാവർക്കും അങ്ങ് ചുമത്തി എന്ന അഹലക്കഹും മുരീദന്മാരെ ഹലാക്കാക്കലുണ്ടാകും. വാമാത്ത കുലൂബഹും ഓരോ കൽബും മരിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. എള്ളിപ്പോൾ ഉള്ള ഓതാൻ പോയിട്ടുള്ള കുട്ടിയും പോയി. പണ്ട് കത്തി അടക്കൽ മീസാല് പറയില്ലേ, കത്തി കല്ലിൽ എങ്ങനെ അടക്കല്, ഇങ്ങനെ ചരിച്ചിട്ട് എന്താക്കണോ, ഇങ്ങോട്ട് നോക്കണം. ഇയാള് ഇങ്ങനെ അടച്ചാലോ കട്ടിയുടെ അപ്പത്തെ തനിപ്പത്തെ തലി ഒരുപോലെ ഉണ്ടാവും, വെള്ളവും മുറിച്ചും പോയി. അപ്പോൾ ഇവിടെ എന്തുണ്ട്, കത്തി അണക്കുന്നവരുണ്ട്, അണക്കുന്ന കയ്യുണ്ട്, കല്ലുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അണക്കുന്ന ശൈലി മാറിയപ്പോൾ എന്തായി, ഉള്ള ബുദ്ധി പോയി. ബൽ യംബഗി അൻ യൻദുറ ഫീ മറദിൽ മുരീദ്, മുരീദിൻ്റെ രോഗം എന്താണെന്ന് നോക്കണം. വഫീ ഹാലിഹി, അവൻ്റെ ഹാലെന്താണ്, വസിന്നി, അവനിക്ക് പ്രായം എത്രയുണ്ട്, വമിസാജിഹി, അവൻ്റെ മിസാജ് എന്താണ്, വമാ തഹ്തമിലുഹു ബിൻയതുഹു മിനൽ റിയാള, റിയാളനാൽ അവൻ്റെ ശരീരം സഹിക്കുന്ന കതിരത്രയുണ്ട്. ഒരു ഇതുണ്ടല്ലോ, വജബിനി അലാ ദാലിക റിയാളത്ത്, എന്നിട്ട് വേണം റിയാള അവൻ്റെ മുകളിൽ എടുക്കാൻ. ഒന്നും പരിശോധിക്കാതെ കണ്ട് ആക്കിയാലാവൂല. അതൊന്നൊക്കെ അതിനൊപ്പറ മിസാല പറയുന്നത്. മുരീദ് മുബ്തദി അൻ, മുരീദ് പ്രാരംഭ തുടക്കത്തിലാണുള്ളത്. പിന്നെ എന്ത് വേണം, ആദ്യം ജാഹിലൻ ബിഹുദൂദി ശറഇ, ശറഇൻ്റെ അംറും നഹിയും അല്പം ചുറ്റിൽ ഫിഖ്ഹൊന്നും അറിയില്ല. എന്നിട്ടോ ഫയുഅല്ലിമുഹു അവ്വലൻ, ആദ്യമായി പഠിപ്പിക്കണം അത്വഹാറത വസ്സലാത വളവാഹിറുൽ ഇബാദാത്ത്, തഹാറത്ത് മുതൽ നിസ്കാരം ലാഹിറായ ഇബാദത്തെല്ലാം പഠിപ്പിക്കണം. ഇപ്പം ചെല്ലിക്കോ പാടിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവനിക്ക് നിസ്കരിക്കാൻ അറിയോ, ഇവനിക്ക് ഓതാൻ അറിയോ, വെറുത്ത് ഉറക്കാൻ അറിയോ, അതിപ്പം നോക്കുന്നു എന്താ ഇവൻ ചെല്ലുന്ന്, തർബിയത്തായിപ്പം പറയുന്നു. അവിടെ നമ്മളെ കേസ്. ഇനി നോക്ക്, വൈകാന മശൂലം ബി മാലിൻ ഹറാമിൻ. അപ്പം എന്താക്കണം എന്നറിയോ, തഹാറത്ത് അറിയോ, ആദ്യമായി അക്കീദ പരിശോധിക്കണമെന്നാണ് മറ്റുള്ള കിതാബിൽ പറയുക. ഇവന് ഏത് അക്കീദയിലാണ് വിശ്വസിക്കുന്നത്, ബുക്ക് വായിച്ചിട്ട് ഓരോ അക്കീദ കയറി കൂടിയിട്ടുണ്ടാവും, ഒറ്റോടെ പ്രസംഗം കേട്ടിട്ട് കയറിയിട്ടുണ്ടാവും, കുടുംബത്തിൽ നിന്ന് പലതും കയറിയിട്ടുണ്ടാവും. ഇത് ഇസ്ലാമിൽ നടക്കാത്തെല്ലാം തൂത്ത് വാരിയിട്ട് അതിനെ റദ്ദ് ചെയ്തിട്ട് അതിനെ ഇതിലുണ്ടെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ചില കുടുംബത്തിലുണ്ട് അന്ധവിശ്വാസങ്ങളെ കൊണ്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. വഹാബിയാക്കിയത് കയറിപ്പോയില്ലെങ്കിൽ അത് മാറ്റണം. ദാഫിദയാക്കളെ കയറിയിട്ടുണ്ടാവും, ഷിയാക്കൾ കയറിയിട്ടുണ്ടാവും. മാലുൻ ഹറാമ് കൊണ്ട് ശുഗലാണെങ്കിൽ അത് മുഖാരിഫല്ലി മാസിയത്തിൻ, ഒരു മാസിയത്തിനെ പ്രവർത്തിക്കുന്ന ആളായി അവലംബി തർക്കി, അത് ഒഴിവാക്കണമെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണം. ഇതുകൊണ്ടാണ് ഇക്കാലത്ത് തർബീത്ത് ഇല്ല എന്ന് പറയുന്നതിൻ്റെ കണ്ടി. ഷെയ്ഖ് ഇല്ല എന്നല്ല, ഷെയ്ഖ് ഉണ്ടായതുകൊണ്ട് തർബീത്ത് നടക്കണമെന്ന് എന്തെങ്കിലും നേരത്തെ പറഞ്ഞേ. ഡോക്ടർ ആയതുകൊണ്ട് ചികിത്സിക്കണം. ഇപ്പം ഡോക്ടർ മറ്റേ പെട്ടിക്കട തുടങ്ങിയിട്ടുണ്ട് ഞമ്മടാടാ. അയാൾ വലിയ സാലിമിനറിയില്ലേ, അയാൾ വലിയ 1-2 ഡോക്ടറിൽ ബിരുദം നേടിയ ആളാണ്.
തട്ടുകട ഇപ്പം തുടങ്ങി. അതാ അനി ഒന്ന് ഇപ്പം ഒരൊറ്റ ചുരുക്കത്തിൽ പറയുന്നുള്ളൂ. ഇബാദാത്ത് കൊണ്ട് ലാഹിർ നല്ല ഭംഗിയായിട്ടുണ്ട്. ആഹിറായ മഴസിയത്തിനെ തൊട്ട് ശുദ്ധമാക്കിയിട്ടുണ്ട്. ഇതിനെ ജവാരിഹവന്റെ അംഗങ്ങളെ എന്ന് ഇനി എന്താ വേണം? ബാത്തിലേക്ക് കടക്കണം. ഇവന്റെ ഖറായിന് പരിശോധിച്ചിട്ട് ബാത്തിലേക്ക് കടക്കണം. അവിടെ ആ സ്കാനിങ് നടക്കണം. ഇവന്റെ വാക്ക്, പ്രവർത്തനം, നടത്തം ഇതെല്ലാം നോക്കിയാൽ ബാത്തിൽ എന്തുണ്ടെന്ന് ഇയാൾ കണ്ടെത്തണം. അപ്പം ഇയാൾക്ക് നല്ലൊരു എക്സ്റേ വേണം. എക്സ്റേ ചെയ്താലല്ലേ ഇയാൾ പോയി എന്തെല്ലാം വിശന്ന് എയർപോർട്ടിൽ നിന്ന് പിടിക്കുന്നില്ലേ സ്കാനിങ് ബാത്തിലേക്ക്. അതെന്തിനാ? അലി അത്തഫത്തൻ അലി അഖ്ലാഖിഹി, അവൻ്റെ കൂലക്കിലേക്ക് നമ്മ ബുദ്ധി ചെന്നെത്താൻ, അവൻ്റെ കൽബിൻ്റെ അമ്രാദിലേക്ക്. അപ്പം ഇനി മാലൻ, അതടുത്ത് നിന്ന് വേറൊന്ന്, ഇതിനെ തുടർച്ചയല്ല. മാല എന്തിൻ്റെ ബാക്കിയാന്ന്? മഷഗൂലം ബി മാലിൻ ഹറാമിൻ്റെ ബാക്കിയത്. ഇവൻ്റെ കൂടെ മാലുണ്ട്. ഫാദിരൻ അങ്കതിർ, ലറൂറത്തിൻ്റെ കതിറും കഴിഞ്ഞ് കുറേ പൈസ കെട്ടിക്കിടക്കുന്നു. അഹദഹും പിന്നെ അത് മാകണം, പെൺകെടുക്കുന്ന പറയും. എന്നെ ചെയ്യുന്ന ആളുണ്ടാവില്ല. ഇവിടെ നല്ല നെയ്പ്പൊടി ഉള്ളത് കൊണ്ടാണ് വരുന്നത്. ആഴ്ചക്ക് 3 ആണ്ട് കഴിക്കുമ്പോൾ നല്ല നെയ്പ്പൊടിയാണ്. ഒരാണ്ട് മെറ്റോളുള്ളതുകൊണ്ട് എന്താക്കി നമുക്ക് ചോറായി. ഖൈറാത്തിലേക്ക് ചെലവാക്കണം. ഇത് പണത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ എൻ്റെ കൽബ് പാലിവാക്കണം. ഇവിടെയാണ് പ്രയാസം കിടക്കുന്നത്. ഇത് മുമ്പ് ചുരുക്കിട്ടേ പറയുന്നുള്ളൂ. ശരിക്കും ആ തഫ്സീർ പറഞ്ഞാൽ ഇവൻ്റെ ദോഷങ്ങളെ തൊട്ട് ഏതെങ്കിലും ഒരു കബീറത്തിനെ തൊട്ടെങ്കിലും എന്താക്കണം? നസൂഹായ തൗബ ഉണ്ടാക്കിക്കണം. നസൂഹായ തൗബ തന്നെ കള്ളസ് വയ്ക്കില്ല. ആ തത്വ 15 ദിവസത്തിൻ്റെ കള്ളസ് അമ്പുരാനെന്നിട്ട് അപ്പോൾ ആദമീൻ്റെ ഹക്ക് കൂട്ടാനുണ്ടാവും. അപ്പം നിനക്ക് ആർക്കെങ്കിലും നീ പൈസ കൊടുക്കാനുണ്ടെന്ന് ചോദിച്ചിട്ട് ലിസ്റ്റ് എടുക്കണം. എന്നിട്ട് പൈസ കൊടുത്തിട്ട് അവൻ്റെ ബുദ്ധപ്പൊടിക്കും. പൈസ ഇല്ലെങ്കിൽ എന്താകാൻ ഷെയ്ഖിൻ്റെ ഒക്കെ എടുത്തു കൊടുക്കണം. അതിലവൻ പിരിവുണ്ടാക്കണം. പൊരുത്തപ്പടിക്കാൻ പോകാൻ വേണ്ടി ഒക്കെ നടക്കണം. അത് നിന്റെ റീബത്ത് വന്നിട്ടുണ്ട്, നീ പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് പറയാൻ. അതുകൊണ്ട് തോമ ചെയ്യാനില്ലല്ലോ. ചെയ്താ തഹാറത്തില്ലാണ്ട് എനിക്ക് ഇച്ചിരെന്താ കാര്യം? അപ്പൊ ചെല്ലിക്കോ പാടിക്കോ തെർബീത്താവൂലെന്ന് ഇപ്പം തിരിച്ചങ്ങളെ. നീ തെർബീത്താന്ന് മേശക്കടിച്ചോണ്ടൊന്നും കാര്യമില്ല, കൈ പോകാന്ന് എഴുതി. അവിടെ എന്നോട് ഭയങ്കര ദേഷ്യാണ്. ഇനി കണ്ടാ മോനിക്കെന്തുണ്ട്? ഒരു തരം ഡമ്പ്. ചിലതിനൊന്നും അവരുടെ ദുരഭിമാനം അനുവദിക്കുന്നില്ല. ദുരഭിമാനം മാറ്റാനാണല്ലോ കുനിങ്ങിയിട്ട് എന്താക്കണോ, കാല് വിരലോണ്ട് കേൾക്കണമെന്ന് പറഞ്ഞത്. അല്ല നോക്കറ, ഓൻ സൂര്യ തൊടാണ്ട് ഒരാളെയും പെടുന്നില്ലല്ല, കൈയോട്ടല്ല ഒടിക്കുന്നത്. ദുരഭിമാനം വിചാരിച്ചിട്ട് അസ്സത്തു നഫ്സ് കൊഞ്ഞിട്ട് ഒന്നുകൊണ്ടൊക്കെ കൊഞ്ഞിട്ടില്ല കാല് കയറുന്നത്. ഖാലിബത്തൻ അലേഹിയായി. അപ്പൊ എന്തു പറയാം? പയമുറോനോട് കൽപ്പിക്കണോ ഇലൽ അസ്വാഖി, ടൗണിലേക്ക് പോകണം. അല്ലെങ്കിൽ കൊതിയത്തി വസ്തു ആര് കുറച്ച് നല്ലോണം അങ്ങാടി പോയിട്ട് നെയ്ക്ക്, അല്ലെങ്കിൽ യാചിക്കും. കൊതിയത്തിന് അധ്വാനിക്കലല്ലേ? യാചന. അപ്പം യാചിക്കുമ്പോൾ എന്താവും? യാചനയേക്കാൾ എരപ്പായ പണി പറയില്ല എന്നാ സൂഫിയാക്കൾ പറയും. തൻ്റെ ആവശ്യം പാടാടോട് പണ്ട് സഹായിക്കണേന്ന് പറയല് മാങ്കിന മരണ സമാനിഹേ എന്നാവും. മാങ്കിന മരണ സമാനിഹേ മത്ത് കോയി മാങ്കോബി മാങ്ങനസേ മരണ ഭല ഏ സന്തുൽക്കീസി എന്നല്ലോ. മാങ്ങന എന്ന് തന്നെ യാചിക്കല്. മരണ സമാനിഹേ അതിന് അർത്ഥം വരണ്ട. മത്ത് കോയി മാങ്കോബി മാങ്ങനസേ മരണ ബല
യാചിക്കുന്നതിനേക്കാണ് നല്ലത് മരിക്കലാണ്. സൽഗുരു കീസേക്ക് ഇതെല്ലാം ഒരു ഗുരുനാഥൻ്റെ പാഠമാണ്. തങ്ങൾ വായിക്കുമ്പോൾ പട്ടിണി കടന്ന് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും വേറെ ആളെ മുമ്പിൽ കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാക്കറിയാം. അതേ തങ്ങൾ. അപ്പം ഇവൻ്റെ ഈ രോഗം ചികിത്സിക്കാൻ അത് നെറൂറത്തായി പോയി. എന്നിട്ട് ആ മാങ്ങിയത് ഇവനിക്ക് തിന്നാനല്ല, വേറെ ഫൊക്കറാക്കൾക്ക് മറ്റുള്ള കൊടുപ്പിക്കലോ. അപ്പോൾ പിരിവെടുക്കും പോലെ ആയിപ്പോയി. പിരിവ് എന്നുള്ള യാചന അല്ലല്ലോ. ദുല്ലുണ്ടെങ്കിലേ അത് പോവുള്ളൂ. യാചന എന്ന ദുല്ലിനേക്കാണ് കാരണമായ ദുല്ല് വേറെ ഇല്ല. അപ്പം ഏറ്റവും വലിയ ദുല്ലിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ കുറച്ചു കാലം പതിവാക്കാനും പറയാം. ഒരിക്കൽ പറഞ്ഞതിന് പോയിട്ട് വന്നപ്പോരാ മുദ്ദത്തൻ എന്നിട്ട് വേണം ഹത്ത യങ്കസര കിബ്റുഹു. പിന്നെ ഇസ്സത്തു നഫ്സിഹി എന്താ കാണുന്നത്, പൊട്ടാൻ മാത്രം നാള് നീളണം. അപ്പം മിറ്റവും ബാക്കിൻ്റെ അടിക്കുക കക്കൂസിലെല്ലാം വെള്ളം നോക്കലെല്ലാം കൂടെ പറഞ്ഞ് ശീലിപ്പിക്കുന്നത്. കാരണം ഫഇന്നൽ കിബ്റ മിനൽ അംറാദിൽ മുഹ്ലിക. കിബ്ർ എന്നുള്ളത് ഭയങ്കര ഹാജകാക്കുന്ന രോഗമാണ്. അതിലേക്ക് ചേർത്ത യാചന അത്ര അല്ല എന്ന് പറയും. യാചന ഇവനിക്ക് വേണ്ടിയല്ല, ഇത് ചികിത്സയാണ്. അതോടെ ഇത് വാങ്ങിയിട്ട് എന്താക്കും, വേറെ കൊടുക്കും. ഇതുപോലെ തന്നെയാണ് ഇത്, കിബർ പോലെ തന്നെയാണ്. റുഊനത്ത് എന്ന് പറഞ്ഞാൽ തടിഞ്ഞപ്പൊറ്റൊരു വിചാരിച്ച ഡമ്പ്. ഇസ്തിരിടാത്ത കുപ്പായ ഇടൂല, തിരുത അല്ലാണ്ട് മീൻ കൂട്ടൂല, മത്തി അതിലൊന്നും കൂട്ടൂല. തിരുത വേണം ഉച്ചക്ക് ചോറയിക്കണമെങ്കിൽ. തിരുത ഇവിടെ നിന്ന് കിട്ടുന്നതിന് കണ്ണൂര് കായ്ക്കര പോയാൽ കിട്ടും. രാവിലെ പുറപ്പെടുക തിരുത വാങ്ങും. അതെ, അല്ലെ പിന്നെ കോഴിക്കോട്ടിയൊക്കെ പോയാലും മതി. ഉപ്പും ഉള്ളിയും കൂട്ടി തിന്നല്ല ശരിയായ വിശപ്പാണെങ്കിൽ. റൂനത്ത്. ഇനി മറ്റൊന്ന്, എപ്പോഴും വൃത്തി, ഭയങ്കര വൃത്തി, ഈച്ച പറ്റിക്കൂടാ, പിന്നെ പൊടി വാറിക്കൂടാ, അപ്പം കുപ്പായം മാറ്റണം, അപ്പം കുളിക്കണം പോയിട്ട്. ഈ വിശ്വാസാന്ന്. എന്നാൽ ആ കൽബഹു മായിലില്ലാതായിരിക്കയാൽ പരിഹംബിഹി, അതുകൊണ്ട് വല്ലാത്ത സമതാണ്. മുൽതഫിതൻ ഇലൈഹി ഇസ്തഖദമഹു ഫീ തഅഹുദി ബൈത്തുൽ മാൽ. കക്കൂസ് വൃത്തിയാക്കാൻ വേണ്ടി പണി കൊടുക്കണം. എല്ലാ സോക്കടും പോകും. അതല്ലേ പറഞ്ഞ ശേഖി തർബീയത്തി, ഈ പറയപ്പെട്ട തർബീയത്തി നടക്കുന്നില്ല. ഉണ്ട്, ഒറ്റപ്പെട്ടത് 1000-1 മറ്റുണ്ടോ. എന്തുകൊണ്ട് ഇത്രത്തോളം ശേഖിന് കീഴ്പ്പെടുന്ന ഒരു മുരീദിനെ കിട്ടണ്ടേ? അല്ലേ? നമ്മ എന്താക്കുക, ഷെയ്ഖില്ല ഷെയ്ഖില്ല എന്ന് പറയും. ഷെയ്ഖന്മാരെ പറയും നമുക്ക് പറ്റിയ മുരീദിനെ കിട്ടുന്നില്ല. രാവിലെ പറ്റിയ ഇന്നലെ പറ്റാണ്ടാവും. അതെ, അല്ല അപ്പൊ ഷെയ്ഖില്ലാത്ത പരാതിയല്ലേ? ഷെയ്ഖുണ്ട്. ഷെയ്ഖ് പറഞ്ഞ പോലെ ഇന്ന് ഈ പട്ടിണി എടുക്കണം തന്നെ പട്ടിണി എടുക്കാൻ തയ്യാറുണ്ടോ? അതല്ല അബ്ദുൽ വഹാബ് ഷെഹ്റാനി ഇമാം പറഞ്ഞത്. അലിയുൽ ഖവാസിനെ മൂപ്പറന്താക്കി ഷെയ്ഖാക്കി. ആദ്യമായി പറഞ്ഞതിൻ്റെ പിറക്കുള്ള കിതാബെല്ലാം എടുത്തിട്ട് വന്നു. ഓറ് പറയുന്ന ഒരു മൊയിലാരും എല്ലാ കിതാബും എഴുതി നന്നാക്കി താരീഖാത്തും ദമീറും മർജിയും മുബ്തദിയും ഖബറും എടുത്ത് നന്നാക്കിയൊരു കിതാബ്. ഒരു മൊയിലാറ് നിങ്ങളുടെ കയ്യിലുള്ള കിതാബ് വിൽക്കണമെന്ന് പറഞ്ഞാൽ ആരാ സമ്മതിക്കുക? അപ്പം എൻ്റെ റൂഹൂരും പോലത്തെ പരിപാടിയാണ് അലിയുൽ ഖവാസ് പറഞ്ഞത്. എല്ലാം ഇട്ടുണ്ടാകും, ഒന്നൊരു കടലാസ് പോലും ബാക്കി വെക്കാതെ വിൽക്കാൻ പറഞ്ഞു. വിറ്റ് മുപ്പതാം മറ്റേ ഖവാരി സോഫിയൽ പറഞ്ഞു. ഞാൻ എൻ്റെ ശേഖറിൻ്റെ വെക്കുന്നത് കണ്ട ഏറ്റവും വലിയ ത്യാഗം. ഒന്നും വേണ്ട, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ട കിതാബ് പൊന്നു വിലക്കെന്നാൽ ഞാൻ കൊടുക്കില്ല. എൻ്റെ ഒരു വൃത്തികേടല്ല പറയുന്നു. കിതാബ് ഇവര് വെച്ചിട്ടില്ല. അഥവാ 2 കിതാബ് ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന കിതാബ് കിട്ടുമെങ്കിൽ ഒന്ന് തബ്ദീലാക്കും. കിതാബിരുടെ പൈസക്കിൻ്റെ പരിപാടി ഞാൻ അപ്പം പറയുന്നുണ്ട്. ഉച്ചക്കല്ലേ വിറ്റ് പൈസ കൊണ്ട് ശേഖരം കൊടുത്ത് മുഴുവൻ ഫുഖറാക്കൾക്ക് വിതരണം ചെയ്യുന്നു. ഇത്ര കാലം കിതാബിൻ്റെ മുകളിൽ നീ ഏറ്റുമതി ചെയ്തിട്ടു. ഇനി നിന്റെ പക്കൽ നിന്ന് കിതാബ് ഇങ്ങോട്ടുണ്ടാകണം. അതുകൊണ്ട് എഴുത്തു ആരംഭിച്ചു. അയാറമ്മളയിൽ നിന്ന് വിറ്റ കിതാബ് മുഴുവൻ അതേ ഫണ്ടിന് ആധികാരികമായ കിതാബ് രചിച്ചു. അയാറമ്മള
ഇത്ര കാലം കിതാബിൻ്റെ മുള്ള നിന്റെ ഏറ്റുമാത്. ഇപ്പോൾ കിതാബ് നിന്റെ പക്കത്ത് ജനിക്കണം. എത്ര മാത്രം ഖസറിമാമിൻ്റെ മാതിരി അരക്കണക്ക് അസാനിഫ് അതുണ്ടത് ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു ത്യാഗാരിക്കാൻ കഴിയാം. അതില്ല ഏറ്റിമാത്, അത് ഒന്നുണ്ടല്ല, അത് ഏറ്റിമാത്. കൽബിൻ്റെ ഏറ്റിമാത് വലിയാളേക്ക് ചേർത്താൽ കിതാബിൻ്റെ മുളച്ച് വേറാളെ എഴുതിയുണ്ടാക്കി കിതാബിനുള്ള ഏറ്റിമാത് ഒന്നെന്ന് പറയും. അത് ദർക്കാവി ഇമാമും പറയുമല്ലോ. ഫാസിമാമിൻ്റെ ഷെയ്ഖിൻ്റെ ഷെയ്ഖാണ് ഇമാം ദർക്കാവി. ഫാസിമാമിൻ്റെ ഷെയ്ഖാരാണ് മുഹമ്മദ് ഹംസത്തുൽ മദനി. നമ്മളെ യാഖുദ്ദീൻ ഫാസി ഓരോ ഷെയ്ഖാണ് ദർക്കാവി. ദർക്കാവി മരിതന്മാരോട് ചോദിക്കുന്നു, നിനക്ക് എന്ത് ഇൽമ കിട്ടി? അത് ഇന്ന കിതാബിൽ അതാടെ വെക്കടാ, വേറെ എഴുതി വായിക്കണം, നിന്നെ പറ്റുന്നു നിനക്കെന്ത് കിട്ടി? എന്നിട്ട് എഴുതിയിട്ട കിതാബ് ഉണ്ടാക്കാൻ പറയും. ഉണ്ടാക്കിയിട്ട് അതെന്താക്കും, ആയത്തിനോടും ഹദീസിനോടും ഉസൂലിനോടും ഒത്തിട്ടുണ്ടോ ഇല്ലോ നോക്കാൻ പറയും. വേറെ ആളെ എഴുതി വായിക്കാൻ നീ വേണം. അത് ഇന്ന് നടക്കുന്നൊന്നും ഏടി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ചുരുക്കത്തിൽ. പക്ഷെ നന്ന പടക്കായി അൽക്കുൽത്തായി നടക്കുന്നതിൽ നിന്ന് ചീത്തയിൽ മേത്തരം എന്ന് പറയാൻ ഞങ്ങളെ ഇത്ര തന്നെ. കക്കൂസ് വൃത്തിയാക്കാനും കൻസിൽ മബാദ് കതിരത്തി കച്ചറ പിടിച്ച സ്ഥലം അടിച്ചു വാരി കൊത്തി കളിച്ചിട്ട് വൃത്തിയാക്കാൻ വേണ്ടി കൽപ്പിക്കാം. എന്നാ എന്താക്കി വൃത്തിയാൻ പോയിക്കോളും. അപ്പോൾ മുലാസമത്തിൽ മത്തുബഹിൽ പോകണം. അവിടെ നിന്ന് പത്രം കയറുണ്ടാവും അല്ലേ. ഇപ്പോൾ മബാദിയ ദുഖാന് പുക പിടിച്ച സ്ഥലം ഉണ്ടല്ല, എന്നിട്ട് വേണം ഹത്താ തസ്സബസാലി റുഹൂനത്തും പിന്നെ നദാഫത്തിൻ്റെ ആ പൂതിയങ്ങ് മാറാൻ. അല്ല അതോട് ഫഇന്നല്ലദീന യുനല്ലിഫൂന സിയാബഹും വയുസയ്യുനഹ വയത്ലബൂന മുറക്കഅത്തിൻ നളീഫത്തി വസജാജാത്തിൽ മുലവ്വനത്തി. അത് എന്താ മാറ്റം പറയുന്നത്? വസ്ത്രം എപ്പോഴും നളീഫാകണം. ഒരു ചാറ് തെറിച്ചുകൂടാ, പൊടി പെരണ്ടൂടാ, വേറെ തൊട്ടുകൂടാ. അതുപോലെ അതിനെ ഭംഗി പിടിക്കുന്ന ഇസ്തിരിയിലിട്ടിട്ട് മടക്കി ചുളിയാൻ പാടില്ല. പിന്നെ മുറക്ക നളീഫത്തായ ടവലും കാലെല്ലാം വേണം. സജ്ജാദ് അങ്ങനത്തെ വേണം. ഇതെന്താ വ്യത്യാസം? ലാ ഫർഖ ബൈനഹു വബൈനൽ അറൂസില്ലത്തി തുസയ്യനു നഫ്സഹ തൂലൻ നഹാർ. ഈ മേക്കപ്പ് ചെയ്യുന്നില്ലേ പെണ്ണിനെ വായിക്കാൻ വേണ്ടിയിട്ട് മിഞ്ഞാന്ന് നമ്മളെ സിറാജുദ്ദീനെല്ലാം പറഞ്ഞാൽ മാതിരി ഓന് ഇവരെന്താ വ്യത്യാസം നിൽക്കും? വിജാപ്പുള്ള വീട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്തിട്ട് തലേന്ന് രാത്രി തുടങ്ങിയതിന് പോലും പിറ്റേന്ന് അസ്ര കഴിഞ്ഞിട്ട് മേക്കപ്പ് തീർന്നിട്ടില്ല. സമയക്കൽ അപ്പോൾ അവര് ഇവനും എന്താ വ്യത്യാസം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫലാഫർക്ക ബൈന അഅ്ബുദൽ ഇൻസാനു നഫ്സഹു, ഇൻസാന് അവൻ്റെ നഫ്സിനെ ആരാധിക്കുന്നു. ആ യഅ്ബുദ സനമൻ, ഒരു സനമിനെ ആരാധിക്കുന്നു. അപ്പോൾ ആരാധനക്ക് അന്നല്ലാത്ത രണ്ടിലുണ്ടല്ലോ അല്ലേ. ഫഹുമാ അബ്ദുൻ ഗൈറില്ല, അള്ളാഹു എല്ലാത്തിൻ്റെ അബ്ദാണത് രണ്ടും. അള്ളാഹു അല്ലാത്തതിന് ആരാധിച്ച ഫഖദ് ഹുജിബ അനില്ല, അള്ളാഹിനെ തൊട്ട് ഹിജാബായില്ലേ? പ്രതിബന്ധം വേണമെന്നില്ലല്ലോ. വമൻ റാഅ ഫീ സൗബിഹി ശൈഉൻ സിവാ കൗനിഹി ഹലാലൻ വതാഹിറൻ, വസ്ത്രത്തിലല്ലേ വേണ്ടു ഹലാലും ആകണം താഹിറും ആണ്. എന്നാൽ നിൽക്കാൻ പറ്റുമല്ലോ. ഈ ചാറ് തെറിക്കുമ്പോൾ എത്ര ആൾ എന്നെ കൂടെ പേപ്പം കൂട്ടി തെറി കഴിഞ്ഞ ആഴ്ച ആരോ ചടങ്ങിനെ ചാറ് വെച്ചപ്പോൾ ദേശത്ത് ഉള്ളി തെറിച്ചു വരും. ചാറ് 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 ഞാമനെ തൊണ്ടയിലാക്കിയ സാധനത്തിലെ കുപ്പായത്തിൽ തെറിച്ചിട്ടുള്ളൂ. അപ്പൊ കുപ്പായത്തുമ്പോൾ എത്തുമ്പോൾ എന്താ വടക്കായി പോയി. അപ്പൊ പിന്നെന്തിനാ കേന്ന് നിസ്കരിച്ചാൽ പറ്റുമോ ഉറപ്പല്ലേ? പിന്നെ ആയിരിക്കേ ആള് കടന്നു വെച്ചാ നിങ്ങൊന്നും ആളല്ലേ, നിങ്ങളെല്ലാം കണ്ടില്ലേ എന്നിട്ട് ഇവിടെ സംഭവിച്ചു? അപ്പൊ നിങ്ങളെല്ലാം കണ്ടില്ലേ എന്നിട്ട് എന്താ ഇവിടെ സംഭവിച്ചൊരു മഹദൂറ്? അതുപോലെ ഇപ്പം സയ്യിദും അമറും കണ്ട് ഇനി ബക്കറും കൂടെ കാണൂ, എന്നാലും എന്താ ഇവിടെ സംഭവിക്കല്? പിന്നെ ഖാലിദ് കാണൂ. ഒരു കൂട്ടാൻ തെറിച്ചുകൂടാ, ഒരു ബഷീർ ആയിക്കൂടാ, ഭയങ്കര ശുദ്ധി. അപ്പം മുറാഅത്തൻ ഹലാലാവലി ഇത്രേ കൊണ്ടു. എങ്ങനെ ആഗ്രഹിക്കുന്നത്
നിങ്ങളെന്ത് വിചാരിച്ചിപ്പോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഹദറത്ത് ഈ 5-8 ആൾ കണ്ടില്ലേ, ഇതിട്ട് ഇവിടെ എന്താ ഉണ്ടായത്? ഒരു മഹദൂർ. അതല്ലാത്ത ഒരു മഹദൂർ വേറെ എന്തെങ്കിലും വരാനുണ്ടോ? ആര് എന്ത് തോന്നുന്നത്? ഏത് അയാളെ നേരത്തെ ചാറുണ്ടെന്ന ഒരിക്കൽ ബസ് ചടിയ പോലെ ചെറുപ്പിച്ചെന്നാ കുറ്റിപ്പുറത്തുനിന്ന് ബസ് സ്റ്റാൻഡിലോട്ട് വലിയൊരു കുണ്ടും വെള്ളവും വണ്ടി വീലോടും കൂടി എന്നെ ആകെ മുക്കിയത്. ലസാൻ എന്താക്കുന്നത്? ഞാൻ പറഞ്ഞ് ഇത് നജസാണെന്ന് വെച്ചാൽ തന്നെ മാപ്പ് പറഞ്ഞു. നജാസത്തിന് മലിനത്തൊന്നുമില്ല. ഒന്നെങ്കിൽ പശു മേയണം, അല്ലെങ്കിൽ ഒന്നും അവിടെ ഇല്ലല്ലോ. അപ്പം നജാസത്തിന് മലിനത്തില്ലാതെ കണ്ട് നജാസത്ത് ഊഹിക്കില്ലെന്നാണ് വിശ്വാസമല്ലേ? ഇനിയുണ്ട് മാഹൂബല്ലേ, അത് ഇഖ്തിയാറില്ലാണ്ട് വന്നല്ലേ. ലായമുക്കിന് ഹിത്രാസുഹല്ലേ. ഞാൻ 3 ദിവസം 5 നേരം നിൽക്കിച്ചു അതിനെ കൊണ്ടല്ലേ. മനസ്സില്ലാണ്ട് തുറന്നാൽ മതി. അന്നാടൊക്കെ സഹിയാവുന്ന എനിക്കറിയാം. വല്ലാത്ത വിശ്വാസാന്നു. അതാ യൽതഫിതു ഇലൈഹാ ഖൽബുഹു. അപ്പോൾ ഫഹുവ മശ്ഗൂലുൻ ബിനഫ്സിഹി. അപ്പോൾ ഹലാലാവുക, തഹാറത്തുണ്ടാവുക എന്നതിൽ കവിഞ്ഞ് വേറെ സിഫാത്ത് കൂട്ടിയാൽ അതിനെ കൊണ്ട് തന്നെ നേരം കൂടും. വമിൻ ലതായിഫി ദിയാലത്തി എന്ന് ദിയാലത്തിൻ്റെ ഒരു രഹസ്യം പറഞ്ഞുതരാം. ഇദാ കാനൽ മുരീദു ലാ യസ്ഖു ബിതർക്കി റുഹൂന. ഇത്തരത്തിലൊരു ബഡായും ഇവറും ഒഴിവാക്കാൻ തയ്യാറാകുന്നില്ല, സമ്മതിക്കുന്നില്ല തീരെ. ഔ യതുറുക്കു സിഫത്തൻ ഔ ബിതർക്കി സിഫത്തിൻ നുഹ്റ, അല്ല മറ്റൊരു സിഫത്ത് റുഹൂനത്തല്ലാത്ത മറ്റൊരു സിഫത്ത് തയ്യാറാകുന്നില്ലെങ്കിൽ എന്താക്കണം? അഷദ്ദിനെ അഖഫ് കൊണ്ട് തടുക്കലൊന്നുണ്ടല്ലോ. അഷദ്ദിനെന്താകണം? അഖഫ് കൊണ്ട് തടുക്കൽ എന്ന് പറഞ്ഞ മാതിരി ഇതിനാക്കാണിച്ച് വേറെ മോശമായ ചെറിയൊരു സിഫത്തിലേക്ക് കൊടുക്കുക. അതാ വലം ഒറ്റ അടിക്ക് ഇപ്പോൾ ഉള്ള സിഫത്തിൻ്റെ റിദ് ചെയ്യാൻ അവൻ തയ്യാറില്ല. എന്താണ്? അപ്പം ഈ മദ്മൂമായ ഖുലുഖിൽ നിന്ന് മറ്റൊരു മദ്മൂമിലേക്ക് നയിക്കുക. പക്ഷെ എന്താണ്? അഖഫമില്ല, ആദ്യത്തിനങ്ങനെ കടുപ്പം കുറഞ്ഞതാണ്. അതാണ് അഷദ്ദിനെ എന്താക്കി അഖഫ് കൊണ്ട് തൊട്ട്. കല്ലതി യഗ്സിലുദ്ദമ ബിൽ ബൗലി. നോക്ക്, ചോര എന്താക്കുന്ന ഒരാൾ മൂത്രം കൊണ്ട് കേൾക്കുന്ന ചോരൻ്റെ കടറെല്ലാം പോകും, പക്ഷെ നജസ് തന്നെയല്ലേ. സുമ്മ യഗ്സിലുൽ ബൗല ബിൽ മായി. പിന്നെ മൂത്രത്തിൻ്റെ വേറെ വെള്ളം കൊണ്ട് കേൾക്കുക. എപ്പോൾ ഇൻകാനൽ മാവ് ലായുസീലുദ്ദമ, ആദ്യത്തെ വെള്ളം കൊണ്ട് ദമ് നീങ്ങൂല്ലെങ്കിൽ അതാന്ന് പറഞ്ഞു, ബൗല കൊണ്ട് നീക്കണം. അതാ ഉദാഹരണത്തിന് കമാ യുറഖിബു സബിയ ഫിൽ മക്തബി ബിൽ ലഅബി ബിൽ ഖുറത്തി മുസ്തൗലജാനി വമാ അശ്ബഹു. പഠിക്കാൻ പോയാൽ മക്തബുണ്ടല്ലോ, സ്കൂളോ മദ്രസന്തോട്ടെ, അവിടെ എന്താക്കണം? കുറേ കളിയും സൗലജാനൊക്കെ വെച്ചു കൊടുക്കണം. സൗലജാന ജായ തടി പറഞ്ഞിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് എന്തെങ്കിലും പറയും, ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പടി ഓക്കെ. എനിക്കറിയ അനുഭവം ഒന്നും അറിയില്ല. ഇപ്പം കളിൻ്റെ എന്തൊരു അനുഭവം കിട്ടിയും കോലോ ചേരിയും കോലോ മറ്റേ കോട്ടി കളിയോ ഒന്നും ബിൽക്കുല്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ എപ്പോൾ ഇഷ്ടപ്പെട്ട് ഈ സ്കൂൾ പഠിക്കുന്ന കാലം റോഡിൻ്റെ പക്കത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, ആരോട്ട് കൂച്ചക്കൂല, അങ്ങനെ വായിക്കൊണ്ട് ഇപ്പം ഇങ്ങനെ ഒപ്പിച്ച് കൊണ്ടുപോകുന്നില്ല. ഇതാ കാകനോട് എത്രനാൾ പറയുന്നത്, എങ്ങനെ അപ്പം കൂച്ചക്കെന്ന് തല്ലി കിട്ടീന. രാമന്ന അസീസുകാരൊക്കെ 42 കളിങ്ങൾ ഉപ്പാരൊക്കെ കൂടിയുണ്ട്. എന്നാലേ വലാ തക്കുല്ലഹുമാ ഉപ്പിൻ, ഒരു ഉപ്പിൻ എന്ന ശബ്ദം ഞങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടുണ്ടായി. 35 കൊല്ലമായി അനീഫ കൂടുന്നു. അവരോട് ചോദിച്ചേട്ടെ എന്താ കുഴപ്പമുണ്ടായിനും? തങ്ങളിടക്കിടക്ക് ഞാൻ പറയൂ, പക്ഷെ തങ്ങളതിൻ്റെ ബഹുമാനത്തോടെ അത് മറക്കൂല. അപ്പൊ അതാക്കിയതാക്കുന്നതിനെ കുറിച്ച് മൂട്ടായി വാങ്ങിക്കൊടുക്കലെല്ലാം ആക്കണം. സുമ്മ യങ്കുലു മിനൽ ലാബി, എന്നിട്ടോ പിന്നെ ലാബിൽ നിന്ന് മാറ്റുക. അടുത്തേക്ക് ഇല സീനത്തി വഫാഖിൽ സിയാബ്, നല്ല വസ്ത്രം, നല്ല ടിപ് ടോപ്പുള്ള വസ്ത്രം.
പിന്നെന്താക്കണോ എന്തിൻ്റെങ്കിലും സംഘടന സെക്രട്ടറി ആക്കുക, മറ്റേ ആക്കുക, ഒരു രാജാവാക്കില്ല, മിനി രാജാവായില്ലേ, നേതാവാക്കി. കാരണം അത് വലിയ പവറാന്ന്. ഇന്നാളെ ഒരാൾ വന്നിട്ട് ചെക്കൻ വന്നിട്ട് പറഞ്ഞ് ഞാൻ SSFൻ്റെ മറ്റേത് പാർട്ടി എന്തോ ഇല്ലേ പാർട്ടി ഉണ്ടാവും, അൽഹംദുലില്ലാ അള്ളാഹ് കാക്കട്ടെ എന്ന്. പിന്നെ ഇയാൾ എന്നോട് തോണ്ടി പറയുന്നത് അതൊന്ന് പരിഗണിക്കണം, അള്ളാഹ് കാക്കട്ടെ എന്ന്. കാരണം അത് വലിയ സ്ഥാനാന്ന് മനസ്സിലാക്കി. അങ്ങനെ മിനൽ ജാഹി, പിന്നെ ആ ജാഹിൽ നിന്ന് നീക്കുക, ആഖിറത്തിലേക്ക് പ്രേരിപ്പിച്ചിട്ട് ഇതെല്ലാം വെച്ചാൽ തീരുന്നത്. ഒറ്റയടിക്ക് ജാഹ് രാജിവെക്കാൻ കഴിയാത്ത ആള് ലേശം ഗ്ലാസ് പാക്കുക. ജാഹടുന്നോട്ട് ഇപ്പൊ പ്രസിഡന്റിന്ന് ഏതാ ബിൽത്ത് ചട്ടക്കരിയ ബിൽത്ത് ഏതാണ് സാറിന് വൈസ് പ്രസിഡന്റാ നാട്ടിലേക്ക് ജയിക്കുക. വൈസിൽ നിന്ന് എന്താ കഴിഞ്ഞ കാണത്താണ് ലാസ്റ്റ് ലോക്കൽ മെമ്പർ, ജനറൽ ബോഡി മെമ്പർ. പക്ഷെ അതൊന്നും ഇപ്പൊ ഷെയ്ഖിൻ്റെ അടുത്ത് പോയാൽ കൂട്ടാക്കൂല. നിങ്ങളെ വണ്ടിക്കെന്ന് പറയും. അതുകൊണ്ടാണ് ഷെയ്ഖന്മാർ നിൽക്കാത്തീന്. കദാലിക സായിർ സിഫാത്ത്, ഇങ്ങനെ ബാക്കി സിഫാത്തുകളെ പിടികൂടൽ തന്നെ. കദാലിക പണ്ടത്തെ ബാക്കി ഭക്ഷണത്തിന്റെ വെറിയാണോ എൻ്റെ അടുക്കല് നോമ്പ് നോക്കാൻ വേണ്ടി നിർബന്ധിക്കണം. തക്കലീരുത്താമി ഭക്ഷണം കുറക്കാൻ അല്ല എന്നിട്ടോ നല്ല രുചികരമായ ഭക്ഷണം പാകം ചെയ്യാം. പാകം ചെയ്തിട്ട് ഇവനൊന്നും തിന്നാതെ കണ്ട് പറ കൊടുക്കാൻ പറയാം. അതാ വൈക്കദ്ദിമായിലാകൈരി ബഹുവലായക്കുലും പിന്നെ അവിടെ പോയിട്ട് നല്ല ബിരിയാണി വാങ്ങിയിട്ട് വന്ന് പറയാം. അവനക്കൊന്നും കൊടുക്കാണ്ട് ബറ കൊടുക്കാം. എന്നിട്ട് വേണം നഫ്സിന് നല്ല ശക്തി കിട്ടാൻ. അപ്പം ആ ബെറിയെല്ലാം അങ്ങ് പോയിട്ട് ലെവലായി വരണം. അവൻ ഷാബായിട്ടാ കാണുന്നത്. മുത്തശബ്ബിക്കൻ ഇലന്നിക്കാഹി, നിക്കാഹിലേക്ക് ഇങ്ങനെ ചൗക്ക് വെക്കുന്നു. ഇവൻ എന്നാ പിന്നെ പൈസ ഉണ്ടാ ബഹുവാജിസുൻ അനിത്തൗലി, മഹറും ചെലവും പൈസ എല്ലാം കൊടുക്കണ്ടേ? ഇല്ല. എന്നാ പയമുറുഹോ ബിസ്സ, എന്നാ പിന്നെ നോമ്പ് നോറ്റോന്ന് പറഞ്ഞു. ഇപ്പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ ഷഹ്വത്ത് പോവില്ല. അപ്പം എന്താക്കണം? ഒരു ദിവസം മഗ്‌രിബ് എന്താക്കും? വെറും വെള്ളം കുടിച്ചാൽ മതി, റൊട്ടി കൂട്ടണ്ട. വലൈലത്തൻ അലൽ ഖുബ്സ് ദൂനൽ മായി, ഒരു ദിവസം റൊട്ടി തന്ന് വെള്ളം കുടിക്കണ്ട. ഇറച്ചിയും കൊടുക്കൂല, കറിയും കൊടുക്കൂല, ഒട്ടും കൊടുക്കൂല. ഹത്താ തദില്ല നഫ്സുഹു, തങ്കത്തിന് ഷഹ്വത്ത് എന്നിട്ടാണോ ഷഹ്വത്ത് അങ്ങ് പോവാൻ. ഫലാ ഇലാജ ഫീ മബ്ദഇൽ ഇറാദത്തി അൻഫഅ മിനൽ ജൂഅ്. ഇറാദത്തിൽ എന്ന് വെച്ചാൽ മുരീദാകൽ എന്നൊന്നുണ്ടല്ലോ, അൽ മുരീദാണ് എന്നുവെച്ചാൽ അള്ളാഹുവിനേക്കുള്ള വിസാര എന്ന പ്രത്യേകത ലക്ഷ്യം വെക്കുന്ന മുരീദാണ് അൽ മുരീദ്. അതിൻ്റെ തുടക്കത്തിൽ വിശപ്പ് എന്നതിനേക്കാണ് മരുന്ന് പറയില്ല എന്നാണ്. അത് അവിടെ അടുത്ത് വരും വിശപ്പിൻ്റെ പദായിൽ. അതിന് മറ്റൊന്ന് ഗാലിബൻ, ഓരോന്നെണ്ണെന്ന് ഒരു മിസാലി ഗളബാണ് ഗാലിബായി കാണുന്നുണ്ടെങ്കിൽ എന്താക്കാന്ന് അൽസമഹുൽ ഹിൽമ വസ്സുകൂത്ത്, മിണ്ടാതിരിക്കല്, അതുപോലെ ഇൽമ് നിർബന്ധിക്കുക. വസല്ലത അലൈഹി മൻ യസബഹു ബിമാ ഫീ സുഖുഖുഖി, ചീത്ത സ്വഭാവമുള്ള ഒരാളെ അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നാൽ ഇവൻ്റെ കുറ്റക്കേടാണ്ട് എനിക്ക് ലക്ഷ്യം പിടിക്കലേ പണി അണ്ടങ്ങളെ. അതാ എന്നിട്ടോ വയൽസമഹു ഖിദ്മത മൻ സാഅ ഖുലുഖുഹു, ചീത്ത സ്വഭാവമുള്ള ഒരാളെ ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. ഹത്താ യുമർ നഫ്സുഹൽ ഇസ്തിമാൽ, എന്നിട്ടാണ് ഓനൊക്കെ ആ സഹനം പഠിച്ച് സഹനം പിടിക്കും. ചില മഹലിലേക്ക് ആദ്യമായിട്ടാണ് സഹനം പിടിക്കും. അതിനെ 13 കൊല്ലം നമ്മൾ അവിടെ പോയി നിന്നത്. എന്നാൽ കാതിയായാൽ അബ്ദുല്ല എന്നറിയാൻ ചെയ്യല്ല. പിന്നെ കാതിൽപ്പെട്ട മെയ്യാഗ്രഹിച്ചിക്കണ്ട, ഈ പൊങ്കാരം പൊരിച്ചാൽ മതി.
അറിയില്ല. പൊങ്കാരം എന്നുകൊണ്ട് സാധനമുണ്ട്, ഷാപ്പിൽ പോയാൽ വാങ്ങാൻ കിട്ടും. ഒരു മരുന്നാണ് പൊങ്കാരം. അതുകൊണ്ട് ഗുളിക ഉണ്ടാക്കും, ഒന്നിൻ്റെ മരുന്നാണ്. കണ്ടാൽ നമ്മൾ മെഴുത്തിരിയില്ലേ, മെഴുത്തിരിൻ്റെ പീസ് പോലെ. ഇത് തീ തട്ടുമ്പോൾ പുടപട പൊട്ടി നരട്ടാതിയാവും, പൊട്ടിത്തെറിക്കും. ഈ പൊങ്കാരം കൂട്ടിയിട്ടാണ് എന്താക്കല്, തട്ടാന്മാരും വിളക്കായൊക്കെ ലോഹങ്ങൾ ഉരുക്കാൻ പച്ചവെള്ളം പോലെയാക്കി എടുക്കാം. പൊന്നിൻ്റെ കൂടെ പൊങ്കാരം കൂടെ കൂട്ടിയായിട്ട് എന്താക്കുക, ചൂട് ഒളിപ്പിച്ച് വന്നാൽ പൊന്ന് വെള്ളവും. അങ്ങനെയല്ല ഇവർ ഉരുക്കിയിട്ട് വറുക്കുന്നു പൊങ്കാരം ചേർക്കും. അപ്പം വിളക്കായി കൂട്ടുമ്പോൾ എന്താക്കുമെന്നറിയാം, ജോയിൻ്റ് ആക്കേണ്ട സാധനത്തിന് ഈ വിളക്കായിലെ ഈ രണ്ട് തറപ്പിലാക്കാണ് പവർ കുറഞ്ഞ സാധനമാണ് വിളക്കായി. എല്ലാം എന്താണെന്നറിയോ, ആ വിളക്കായി ഒരുക്കുമ്പോഴേക്ക് ഈ തലി ഒരുക്കി കളിക്കും. ഞാൻ നല്ലോണം പഠിച്ചാലാണ് അവിടെ പറയുന്നത്. ആ, അതിനേക്കാണ് കുറച്ച് ലൈഫായ പീസ വെക്കുക വിളക്കായിക്ക്. ആ പീസ് വെക്കുമ്പോൾ എന്താക്കും, ഇവർ ഒരു പശ കൊട്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ടോ, അത് വെറും മുത്തലക്കായ പശയാണ്. അതിന് ഒരു പങ്കും അതിലില്ല. ഇവരെന്താക്കുന്നറിയോ, ഈ പശയിൽ ചേർക്കുന്നത് പൊങ്കാര. ഏത് പൊങ്കാരോ, ആദ്യം കത്തിച്ചിട്ട് അതിൻ്റെ പൊട്ടിത്തെറിക്കൽ കളഞ്ഞിട്ട് എന്താക്കും, അതിൻ്റെ പൊടിയെ ട്രയിച്ചെടുക്കുക. അതെന്തിനാ, നേർക്ക് നേരെ വെച്ചാലും ഒരുങ്ങും, പക്ഷെ വെക്കലോടുകൂടി പൊട്ടിത്തെറിക്ക് ഈടുന്ന് പൊട്ടിത്തെറിച്ചിട്ട് വിളക്കായ നാലാക്കി. അപ്പം എന്താ, ഈ പൊങ്കാര ആദ്യം കത്തിച്ചിട്ട് പൊട്ടിത്തെറിക്കൽ മാറ്റിയാൽ ഇനി പൊട്ടിത്തെറിക്കൂല. ഇതേമാതിരി എന്താക്കും, ആദ്യം കാളിയാറാക്കി മാറ്റി ഇതിൻ്റെ അനുഭവം കൊണ്ട് എന്താക്കും, ഇനി മേലെ കാളിയാകാൻ പൂതി വെക്കൂല. അതിന് പൊട്ടിത്തെറാക്കണ്ടല്ല, പൊട്ടിത്തെറിക്കല്ല മസാല, പൊട്ടിത്തെറാക്കി. അത് ആദ്യം തന്നെ അതിൻ്റെ ഹല്ലം കൊടുത്ത്, അതാണ് ഒരു നൂറ്റിൻ്റെ പൊടി കണക്കത്തെ പൊടി എന്ന് പറഞ്ഞാൽ പങ്കാരം പൊടിച്ച പൊടിയത്. അത് പശയിൽ കലർത്തിയിട്ട് തോണ്ടിയിട്ടുണ്ടാക്കും. ഈ ജോയിൻറ്റിൽ ഇങ്ങനെ പോകും. എന്നിട്ട് ശക്തമായി ഊടുമ്പോൾ ഈ പൊങ്കാരം തട്ടിയുകൊണ്ട് ഈ വിളക്കായി ഉരുകും. അപ്പത്തെ തെറപ്പിൽ തൊടാണ്ട് അത് കുറച്ച് കടുപ്പം കൂടിയത് വരും. ഇതിനെന്താക്കണം, ആടെ തന്നെ വെള്ളം കൂടെയാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ ഉരുകിയത് ഒലിച്ചു പോയി. കയ്യാണെങ്കിൽ പോയാൽ ഒലിച്ചു കളിയും. അതുകൊണ്ടാ ആടെ വെച്ചിട്ട് തന്നെ വെള്ളം കൂടെയാണ്, എന്നാലും ഉറക്കും. അപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പൊട്ടിത്തെറിക്കുന്ന സാധനം ആദ്യം കത്തിച്ചിട്ട് പൊട്ടിത്തെറി തീർത്തിട്ട് വേണം ഉപയോഗപ്പെടുത്താൻ. നോക്കാം. കമാ ഹുകിയ അൻ ബഅദിഹിം അന്നഹു കാന യുഅബ്ബിദു നഫ്സഹുൽ ഹിൽമ. സ്വന്തം ശരീരത്തിന് ഹിൽമിനെ ശീലിപ്പിക്കുകയാണ്. വയുസീലു അൻ നഫ്സിഹി ശിദ്ദത്തൽ ഗളബ് നീക്കുകയാണ്. ഫകാന യസ്തഅ്ജിറു മൻ യശ്തിമുഹു. അയാളെ ചീത്ത പറയുന്ന ആൾ എന്താക്കും, കൂലിപ്പണിക്കോ അയാളെ ചീത്ത പറയുന്ന ഒരു പണിക്കാരനാ. അല മലയിമിനുണ്ട്, ജനങ്ങളെ ഇടയിൽ തന്നെ ചീത്ത പറയുന്ന ഒരു പണിക്കാരനാണ് കൂലിക്ക് പിടിക്കുക. വയുക്കല്ലിഫു നഫ്സഹു സബ്റൻ. ആ ചീത്ത കേട്ടിട്ട് വേണം സബർ ശീലിക്കാൻ. വയക്ലിമു ഖൈദഹു. അയാളെ ഖൈദെന്താക്കണം, ഖലിമിനൽ ഖൈദ, കോപം കണ്ട് വിഴുങ്ങിയിട്ട് ഹത്താ സാറൽ ഹിൽമു ആദത്തൻ ലഹു. പിന്നെ ഹിൽമെന്തായി അയാൾക്ക് പതിവായി മാറിപ്പോയി. ബിഹൈസു കാന യദ്റബു ബിഹിൽ മസൽ. അദ്ദേഹത്തിനെ കൊണ്ട് മസൽ പറയാൻ തുടങ്ങി, ഇന്നാളെ പോലെ ഹലീമ്. ഇനി വബഅദുഹും കാന, അത് ചിലത് മൂപ്പർ കിസ്സേറ്റിൻ്റെ വഴി എടുത്ത് പറയുന്നുണ്ട്. വബഅദുഹും കാന യസ്തശ്അറു ഫീ നഫ്സിഹിൽ ജുബ്ന വദുഅഫൽ ഖൽബി. ഭയങ്കരം ഭീരുത്വം, പേടി, കൽബിൻ്റെ ദുഅഫ്. ഫഅറാദ അൻ യഹ്സല ലിനഫ്സിഹി ഖുലുഖു ശജാഅ. ഷജാഅത്ത് എന്ന ഖുലുഖ് കിട്ടാൻ അതതിൻ്റെ ഓപ്പോസിറ്റാണല്ലോ. ഫകാന യർകബുൽ ബഹറ ഫി ശിതാഇ ഇൻദ ഇൽതിറാബിൽ അംവാജ്. തിരമാലകൾ ആഞ്ഞടിക്കുന്ന അവസരത്തിൽ എന്താക്കും, ബഹറിൽ യാത്ര ചെയ്യും. അല്ല എല്ലാ പേടി മാത്രം നമ്മുടെ സ്പീഡ് ഓട്ടി കയറി കണക്കെ. നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് സ്പീഡ് ഓട്ടി കയറിയില്ലേന്ന് ഓർമ്മണ്ടാ? യാ റബ്ബേ ഹാത്ത് കഴിയുമ്പോൾ മനസ്സറിന് ചെല്ലിയ സമയമുണ്ട് അന്നേരം. അതുകൊണ്ട് 2 ദിവസം കയറുമ്പോൾ എന്താക്കും, ആ പേടി അങ്ങ് പോകുന്നു. അതുപോലെ സ്റ്റേജ് മക്കാരൻ പേടിയുള്ള ആൾ എന്താക്കണ്ടേ, ആ മൈക്കെല്ലാം നേരെ ആക്കുന്നിട്ട് സ്റ്റേജ് മേക്കുക. എന്നിട്ട് പേടിയൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് എന്താക്കുന്നു, ചൊട്ടിയിട്ട് മതിയാക്കുക. ഒരു ഹൽഹിലു ആക്കണം, ഒരു ഹലോ ഹലോ ആക്കണ്ടേ. ആ ഇനി കുറച്ചൊക്കെ പറയാം, പരിപാടി തുടങ്ങാൻ പോകുന്നുണ്ട്, എല്ലാവരും വന്നിരിക്കുകയും അസ്സലാമു അലൈക്കും.
അങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായിട്ടില്ലേ? ഇനി വഅബ്ബാദുൽ ഹിന്ദി, ഇന്ത്യക്കാരായ ചില ആബിദീങ്ങളുണ്ട്. യുഹാലിജൂനൽ കസല അനിൽ ഇബാദത്തി, ഇബാദത്തിനെ തൊട്ട് മടിയെന്താക്കി ചികിത്സിക്കൽ ഇബിൽ ഖിയാമി തോലല്ലേ, രാത്രി മുഴുവൻ നിൽക്കിരിക്കുന്നു. എന്തിനാ? അല നസുബത്തിൻ ബാഹിൽ, ഒരൊറ്റ നൃത്തത്തിൽ ഇരിക്കാനേ കൂടാണ്. ശൈഖന്മാർപ്പെട്ട ചിലർ അനിൽ ഖിയാം, ഖിയാമിനെ തൊട്ട് മടിയാന്ന്. ഫൽസമ നഫ്സഹുൽ ഖിയാമ അലാ റഅസിഹി, എന്നിട്ട് തലം കുത്തി നിൽക്കാൻ തോലല്ലേ, താലം മേലോട്ട് തലതായിലേക്ക്. ലിയസ്മഹ ബിൽ ഖിയാമ, എന്നിട്ട് വേണം കാൽമ നിൽക്കൽ ശീലിക്കാൻ. അൻതന്നെ സ്വന്തമായിട്ട്. വാലജബാദു ഹബ്ബൽ മാലിനെ എന്താക്കി ചികിത്സിച്ചത്? ബിഅംബാ ജമീഅ മാലി, മുഴുവൻ മുതലും വിറ്റിട്ട് വറമാ ബിഹി ഫിൽ ബഹർ, ബഹറിൽ കൊണ്ടപ്പോൾ എറിഞ്ഞു. അന്നും ചോദിക്കുക സദക്ക ചെയ്തൂടെ? സദക്ക ചെയ്യുമ്പോൾ ഹബ്ബുൽ മാല് മാറ്റിയിട്ട് സദക്ക ചെയ്യുന്ന റിയായിലേക്ക് മുടങ്ങും. അതല്ല പറഞ്ഞേ, ഒന്ന് ചികിത്സിക്കുമ്പോൾ മറ്റൊന്നിടെ പകരം നിൽക്കുന്നുണ്ട്, കാത്തിട്ട് അടക്കാറാണ്. അതാ മുമ്പ് പറയുന്നത് ഇത് ഖാഫമിൻ തഫ്രിഖത്തി അലന്നാസി, അതിൻ്റെ മറുപടിയാണ് ബഹറിലെറിയുന്നതിന് പകരം ധർമ്മം ചെയ്തൂടെ? അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുമ്പോൾ റുഊനത്തൽ ജൂദി വരിയാഇ ബിൽ ബദൽ, ദാനധർമ്മം കൊണ്ട് റിയാവും ജൂദ് എന്നുള്ള ആ ബടായി ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ഒന്ന് പോയപ്പോൾ മറ്റൊന്ന് പകരം വന്നു. ഈ പറഞ്ഞ മിസാലുകളിൽ കൂടെ എനിക്ക് തിരിഞ്ഞ് കൽബുകളെ ചികിത്സിക്കേണ്ട രീതി എങ്ങനെയാണ്? വലൈസ